മൃഗസ്നേഹി എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കുറച്ചെണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ച് ദിവസം താമസിപ്പിക്കുക. അപ്പോൾ അറിയാം അവർക്ക് അതിൻ്റെ സുഖം. ഈ 10 നിലയുടെയും 12 നിലയുടെയും മുകളിൽ ഇരുന്നിട്ട് ഇത് കുറേ വർണ്ണിച്ചിട്ട് ഒരു കാര്യമില്ല. വെള്ളം എടുത്ത് ഇങ്ങനെ ഇറങ്ങിയാൽ പോരാ. അവരുടെ കീശ വീർപ്പിക്കലാണ് അവരുടെ മെയിൻ ഉദ്ദേശം, അല്ലാണ്ട് നാട്ടുകാർക്ക് വേണ്ടി ഒരു കാര്യവും. വന്യമൃഗങ്ങളെ സർക്കാർ കൊല്ലണം, അല്ലെങ്കിൽ കൃഷിക്കാർ കൊല്ലണം. ഇത് അന്ന് അജിയേട്ടൻ ആ അപകടം ഉണ്ടായി പോകുമ്പോൾ ഈ മക്കൾ രണ്ടുപേരും എൻ്റെ മക്കളും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ മോനത് കണ്ടു. ആൻറ്റി ആരെയും ആൻറ്റി ചോര പറ്റി കൊണ്ടുപോകുന്നത്? ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇന്നെനിക്ക് പേടിയാ. അത് പിന്നെ ഞാൻ തന്നെ പുല്ല് വെട്ടാൻ പോയിട്ടില്ല. എനിക്ക് അനങ്ങുന്നത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഭയമാണ്. ഈ കുരങ്ങ് എന്നോട് കാണിച്ചത് എന്താണോ അത് തന്നെയാണ് ഇവിടുത്തെ നമ്മളെ സംരക്ഷിക്കേണ്ടവർ ചെയ്യുന്നതെന്ന് ഞാനിതിൽ ഉറച്ചു വിശ്വസിക്കുക. എൻ്റെ വീടെത്താൻ 1/2 കിലോമീറ്റർ മാത്രമുള്ളപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാശങ്ക, അവിടെ ആനയുണ്ട്, ഇനി ആ വഴി പോകാനായി സാധിക്കില്ല, പേടിച്ചിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ ഡാഡിക്ക് സംഭവിച്ച എനിക്ക് വേറെ ഒരാൾക്ക് സംഭവിക്കരുത്. പിന്നെ ഇപ്പോൾ 12 ദിവസമായി. ഇന്ന് കർണാടക കയറി തോന്നുന്നു. ആ കർണാടക കയറുന്നതിന് മുന്നേ 11 ദിവസം ഈ വയനാട്ടിലുണ്ടായിരുന്നിട്ട് അതിനെ വെടിവെക്കാൻ ഇതുവരെ കേരള സർക്കാരിന് പറ്റിയിട്ടില്ല. എനിക്കതിന് ശേഷം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് മാറുന്നതിന് ഭയങ്കര ഭയമുണ്ട്. ഇനി ഇപ്പോൾ 2-3 ദിവസം ഞാൻ പള്ളിയിലൊന്നും പോന്നിരുന്നില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് പള്ളി വരാതിരുന്നിട്ട് എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നിയത് കൊണ്ട് ഇപ്പോൾ എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് വിടുവാണ്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഒരു 20 മീറ്റർ അകലേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. പക്ഷേ എനിക്ക് അവിടുന്ന് ഇവിടം വരെ വരാൻ നല്ല ഭയമുണ്ട്. ഒരു കരികിലെ അനങ്ങുന്ന ഒച്ച പോലും കേൾക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരു ഭയപ്പാടാണ് എൻ്റെ ഉള്ളിലുള്ളത്. പള്ളിയിലൊന്നും പിള്ളേരാരും തന്നെ ഇല്ല. എല്ലാവർക്കും ഭയങ്കര ഭീതിയിലാണ് കുഞ്ഞുങ്ങളെല്ലാം ഉള്ളത്. 4 ദിവസം പള്ളിയിൽ വരുന്നൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ വരാൻ പേടിയാണ്. ഒരു ദിവസം ഞാൻ പള്ളിയിലേക്ക് വരുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ ഓടി വരുന്നു, ചേട്ടാന്ന് വിളിച്ചോണ്ട്. ഞാൻ പേടിച്ചു പോയി. എന്താ ഈ പിള്ളേർ ഓടി വരുന്നത്? ഈ കയറ്റം കയറി വരുമ്പോൾ അന്നേരം കുറേ പന്നി ആ താഴേന്ന് കയറി വരും. പിള്ളേർ പേടിച്ചിട്ട് ഓടി വന്നു. ഇപ്പോൾ ചേട്ടാ പുറത്തേക്ക് ഇറങ്ങരുത്, ഇവിടെ ആനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ ഒരു കരച്ചിൽ കേൾക്കുന്നു. ജനങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു സൗകര്യം സർക്കാർ ഒരുക്കണം. ജനങ്ങൾക്ക് ഇഷ്ടംപോലെ ജീവിക്കാനുള്ള സൗകര്യം സർക്കാരിന് ചെയ്യാം, ജനപ്രതിനിധികൾക്ക് ചെയ്യാം. നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ ജീവിക്കുന്ന കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു നിയമങ്ങളും ഒരു മന്ത്രിയും ഒരു ആൾക്കാരും ചെയ്യുന്നില്ല. പന്നി, കുരങ്ങ്, മാന ഇതിനെ കൊണ്ടൊന്നും യാതൊരു രക്ഷയില്ല. അങ്ങോട്ട് നോക്കിയാൽ ഈ കാടാണെങ്കിൽ പേടിയാണ്. നമ്മളൊരു ഇഷ്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, പെർമനൻ്റ് ആയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ വേറെ മുതലെടുപ്പിനുള്ളൊരു അവസരമില്ല. അല്ലെ വയനാട് പോലുള്ളൊരു ചെറിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പശ്ചിമഘട്ടത്തിന് പ്രോപ്പറായിട്ടൊരു ഫെൻസിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി ആൾക്കാർ എന്ത് വിചാരിക്കും? അത് വളരെ ലജ്ജാകരമാണ്. ഇവിടെയുള്ളവരെ മുഴുവൻ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന ഒരു നരേഷൻ കുറേ കാലമായിട്ട് ഗവൺമെൻറ് ഏജൻസികളുടെ, പ്രത്യേകിച്ച് വനം വകുപ്പിൻ്റെയും അവർ സ്പോൺസർ ചെയ്യുന്ന പരിസ്ഥിതി സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ നരേഷനിൽ ഞാൻ ആരായി? വനം കയ്യേറ്റക്കാരനായി മാറി. യഥാർത്ഥത്തിൽ വനം എൻ്റെ അടുത്തേക്ക് വരിക ചെയ്തേ. ഈ തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം 88 ആളുകൾ മരിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിൽ. ഒരുപക്ഷെ നിങ്ങളടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണത്തിൽ വിധവകളെ സൃഷ്ടിച്ച നാടാണിത്. വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ വിധവകളുള്ള നാടാണ് വയനാട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങളിൽ വളരെ നിരുത്തരവാദിത്തപരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ. ഇവിടുത്തെ ജനമില്ലെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ 10-15 വർഷം പഴക്കമുള്ള ഒരു തെങ്ങ് എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ രാത്രി കൊണ്ടായിരിക്കും ഒരു 3-4 തെങ്ങൊക്കെ ഒരേപോലെ തന്നെ നശിപ്പിച്ച് കളയുന്നത്. അത് കാണുമ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരം വിളിക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ നിരാശയിലേക്കല്ലേ കടന്നു പോകുന്നത്. സ്കൂളിൽ പകുതി പേര് എത്തുന്നില്ല. പിന്നെ പള്ളിയിലാണെങ്കിൽ തന്നെ എല്ലാ ദിവസത്തേക്കാളും ആൾക്കാർ കുറവ്. ഇപ്പോൾ 2-3 ആൾക്കാരൊക്കെ പള്ളിയിലുള്ളു. എനിക്കൊക്കെ പള്ളി വരാൻ വേണ്ടി ഇപ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. ഒരുപാട് കൃഷിയും കർഷകരുടെ എല്ലാം നശിക്കുന്നുണ്ട്. അതുപോലെ നമുക്കും പേടിയാണ്. രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ആദ്യം തന്നെ വന്യജീവികളെയൊക്കെ കാട്ടിൽ തന്നെ ആക്കുക. നമ്മുടെ ഇപ്പോൾ നാടിത് ഇപ്പോൾ കാടായി മാറിയിരിക്കുകയാണ്. മനുഷ്യന് അവൻ്റെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്തം നൽകേണ്ടവർ തന്നെ പലവിധമായിട്ടുള്ള ഉടക്കന്യായങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ ഇനിയാവില്ല. ഇനി വീട്ടമ്മമാരായ ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താകുമെന്ന് അറിയത്തില്ല. ഞാൻ മരിച്ചെങ്കിലും വേണ്ടില്ലായിരുന്നു, ആ 2 കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. ഇനി ഈ ഒരവസ്ഥ ഇതേപോലെ ഉണ്ടായാൽ ഉറപ്പാണ് വയനാട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്ലാൻഡ് ആയിട്ട് നമ്മളെ ഒഴിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അധികാരവും സൗകര്യവും ഉന്നത സ്ഥാനമാനങ്ങളും ലഭിക്കുമ്പോൾ താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മറന്നു പോവുകയാണ്. നമസ്കാരം.
ഞങ്ങൾക്കും ചിലതൊക്കെ പറയാനുണ്ട്. ഷെക്കേന ന്യൂസ് ഒരുക്കുന്ന ഈ പ്രത്യേക ജനകീയ ചർച്ചാ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് വയനാട് ജില്ലയിലെ പടമല സെൻറ് അൽഫോൻസ ദേവാലയ അങ്കണത്തിലാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ വയനാട്ടിലെ ഈ പടമല ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും വന്യജീവികളുടെ ആക്രമണം മൂലം കൊടിയ ദുരിതത്തിലൂടെയാണ്, കൊടിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങളോടും സാംക്രമിക രോഗങ്ങളോടും പ്രതികൂല കാലാവസ്ഥയോടും പ്രതിസന്ധികളോടും പടവെട്ടി മണ്ണിൽ പൊന്നു വിളയിച്ച് ഈ നാടിൻ്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കും ഈ നാടിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്കും വേണ്ടി അത്യധ്വാനം ചെയ്ത പ്രൗഢഗംഭീരമായ ഒരു ചരിത്രമാണ് വയനാട്ടിലെ ജനതയ്ക്ക് പറയാനുള്ളത്. എന്നാൽ ഇന്ന് ഭരണകൂട നിസ്സംഗത മൂലം, കാലഹരണപ്പെട്ട ചില നിയമങ്ങൾ മൂലം, ആരുടെയൊക്കെയോ ചില ഗൂഢതന്ത്രങ്ങൾ മൂലം വന്യജീവികളുടെ ആക്രമണങ്ങൾ നിമിത്തം കൊടിയ ദുരിതത്തിലൂടെ, കൊടിയ വേദനയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു ദയനീയ അവസ്ഥയിലാണ് വയനാട്ടിലെ ജനങ്ങൾ. പട്ടാപ്പകൽ പോലും ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. കാട്ടാനയും പുലിയുമൊക്കെ പേടിച്ച് വിദ്യാലയങ്ങളിൽ പോകാൻ പേടിക്കുന്ന കുട്ടികളും യുവജനങ്ങളും. പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ ഭയന്ന് ആരാധനാലയങ്ങളിൽ പോകാൻ പേടിക്കുന്ന ജനങ്ങൾ. വയനാടിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് ഉത്തരവാദി ആരാണ്? വയനാട് നേരിടുന്ന ആ ഒരു പ്രതിസന്ധിക്കുള്ള പരിഹാരം എന്താണ്? അതെ, വയനാട്ടിലെ ജനങ്ങൾക്കും ചിലതൊക്കെ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ വന്യജീവികളുടെ ആക്രമണം മൂലം ജീവൻ വെടിയേണ്ടി വന്ന നിരപരാധികളായിട്ടുള്ള മനുഷ്യജീവനുകൾക്ക്, അവരുടെ ഓർമ്മകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പടമല പ്രദേശത്തെ അജീഷിൻ്റെയും ഒപ്പം പോളിൻ്റെയും ഒപ്പം നിരവധി പേരുണ്ട്, നിരപരാധികളായ ഒട്ടനവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അവരുടെ പാവന സ്മരണകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ ഇവിടെ വന്നിരിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾ തന്നെയാണ് അതിഥി. ഒപ്പം അവരുടെ പ്രതിനിധികളായിട്ട് പ്രത്യേകിച്ച് സെൻറ് ജോൺസ് യാക്കോബായ സിംഹാസന പള്ളിയുടെയും സെൻറ് ജോർജ് യാക്കോബായ സിംഹാസന പള്ളിയുടെയും വികാരിയായ ഫാദർ കിന്നി ജോൺ എത്തിയിട്ടുണ്ട്. ഒപ്പം മാനന്തവാടി രൂപത PRO ശ്രീ സാലു എബ്രാഹാം മേച്ചേരിൽ, ഒപ്പം കർഷകരുടെ പ്രതിനിധിയായിട്ട് പടമല സ്വദേശി തന്നെയാണ് ശ്രീ ജ്യോതിഷം എത്തിയിട്ടുണ്ട്. 3 പേരെയും ഒപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ പടമല സ്വദേശികളായിട്ടുള്ള, ഒപ്പം വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഞാൻ അച്ഛനിലേക്ക് പോവുകയാണ്. നമുക്കറിയാം കെന്നി അച്ഛൻ ഈ വനത്തിലാണ് ജനിച്ചത്, വനത്തിലാണ് വളർന്നു വന്നത്. ഒരു ദേശീയ ശ്രദ്ധ തന്നെ ഈ ഒരു അവസരത്തിൽ വയനാടിന് ലഭിച്ചിരിക്കുകയാണ്. വയനാട് കടന്നു പോകുന്ന ദുരിതങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് അങ്ങ് ഈ ജനങ്ങളുടെ ഇടയിൽ വളരെ വർഷങ്ങളായിട്ട് അജപാലന ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. സാമൂഹികപരമായ ശ്രദ്ധേയമായിട്ടുള്ള പല ഇടപെടലുകളും അങ്ങ് നടത്തിയിട്ടുണ്ട്. വയനാട് കടന്നു പോകുന്ന ഈ ഒരു പ്രതിസന്ധിയുടെ ഈ രൂക്ഷത എത്രത്തോളമുണ്ട്? എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തിയല്ലോ. ഞാൻ ഈ പ്രദേശത്തെ കാടൻകൊല്ലി ദൈവാലയത്തിലും തൊട്ടടുത്ത പാടുകാണിക്കുന്ന് ദൈവാലയത്തിലും വികാരിയായി ചാർജ് എടുത്തിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങളൊക്കെ വിചാരിക്കും, അച്ഛൻ എന്താണ് ആധികാരികമായി ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത്, ഈ പ്രശ്നത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന്. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞു, വനത്തിൽ ജനിച്ച് വളർന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ അത്രയൊന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനായി സാധിക്കും. ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, തുടക്കം ഇങ്ങനെയാണ്. ജനിച്ച് ഈ ഭൂമിയിലേക്ക് വളർന്നു വന്നപ്പോൾ ആദ്യമായി കേട്ട ശബ്ദം കാട്ടാനയുടെയോ കാട്ടാടിൻ്റെയും മറ്റ് വന്യമൃഗങ്ങളുടെയൊക്കെ തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം, തിരിച്ചറിവായപ്പോൾ ഒരു രാത്രിയിൽ എൻ്റെ പിതാവ് മുറ്റത്തേക്കിറങ്ങി ബഹളം വെച്ച് അതികഠിനമായ ശബ്ദമുണ്ടാക്കുന്നു. ശ്രദ്ധിച്ചപ്പോൾ പിൽക്കാലത്ത് അതെന്തിനു വേണ്ടിയെന്ന തിരിച്ചറിവില്ലാത്ത കാലത്താണ് ഈ ശബ്ദം കേട്ടത്. പിന്നീട് മനസ്സിലായി വേറൊന്നുമല്ല, കാട്ടാനയെ ഓടിക്കുകയാണ്. ആ സാഹചര്യം മനസ്സിലായി. നൂൽപ്പുഴ പഞ്ചായത്തിൽ നായിക്കട്ടിക്കടുത്ത് കൊട്ടങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് 2 സഹോദരങ്ങൾ, 2 സഹോദരിമാർ. അവർക്ക് വിവാഹിതരാണ്. ചെറുപ്പം മുതലേ ഞങ്ങളെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ഒരു പിതാവിൻ്റെ മൂത്ത മകൻ എന്ന നിലയിൽ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട്, മാതാപിതാക്കളുടെ കഷ്ടപ്പാട് എന്തെന്നറിയാം. ഈ വനത്തിൻ്റെ ഉള്ളിൽ ലഭിച്ച വയലിൽ കൃഷി ചെയ്യുമ്പോൾ
അധിക സമയം എൻ്റെ പിതാവോ മാതാവോ ഉറങ്ങാറില്ല. കാരണം ആ കൃഷിയിടത്തെ സംരക്ഷിക്കേണ്ടത്, വന്യമൃഗത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയായി മാറി ഞങ്ങളെ വളർത്തണ്ടേ. ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണ്. ഏതെങ്കിലും സമയത്ത് വന്യമൃഗത്തെയൊക്കെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞ് ഇനി അടുത്തെങ്ങും ഇല്ല എന്ന് വിചാരിച്ച് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ കഴിയില്ല എങ്കിലും ഒന്ന് കണ്ണടച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അറിയുവാനായി സാധിക്കും. വീട് നിൽക്കുന്നതിൻ്റെ ഒരു 10 അടി മാത്രം പിറകിലുണ്ടായിരുന്ന വാഴത്രു കൈവച്ച് ഞങ്ങൾക്ക് ഒരു പോറലും സംഭവിച്ചില്ല. അത് തിന്ന് കാട്ടാന അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. 2.5 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ നായ്ക്കട്ടിയിലേക്ക് എത്തുള്ളൂ. നായ്ക്കട്ടിയിൽ നിന്ന് കൊട്ടങ്കരയ്ക്ക് 2.5 കിലോമീറ്റർ. ഈ 2.5 കിലോമീറ്റർ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി കുഞ്ഞു പ്രായം മുതൽ ആശാൻ കളരിയിലും ബാലവാടിയിലും ഒക്കെ പഠിച്ചവരാണ്. കല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് 2.5 കിലോമീറ്റർ നടന്ന് കല്ലൂരിലേക്ക് പോകാം. ഞങ്ങൾ വരുന്നത് വരെ ഞങ്ങളുടെ മാതാപിതാക്കൾ കുഞ്ഞ് എത്തിയില്ലല്ലോ, ഈ പ്രദേശത്തെ മക്കളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഒരു ധൈര്യമുള്ളത് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുള്ളൂ, ആരും ഒറ്റപ്പെട്ട് വരില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ദേശത്തിൻ്റെയും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. ഇങ്ങനെ വലിയ ഭീകരത അനുഭവിച്ചവരാണ്. ഞാൻ അല്പം വളർന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഈ വേഷത്തിന് മുൻപ് ഒരു വർക്ക്ഷോപ്പിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ അല്പം മുമ്പ് ഇവിടെ ഷെയർ ചെയ്യുകയുണ്ടായി. അത് വർക്ക്ഷോപ്പിൽ പണിയെടുത്ത് നായ്ക്കട്ടി വന്ന് ബസ് ഇറങ്ങി രാത്രി 9:30ആയി. എൻ്റെ വീടെത്താൻ 1/2 കിലോമീറ്റർ മാത്രമുള്ളപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാശങ്ക, അവിടെ ആനയുണ്ട്, ഇനി ആ വഴി പോകാനായി സാധിക്കില്ല. പേടിച്ചിട്ട് ഒരു രക്ഷയില്ല. 2 കിലോമീറ്റർ പുറകോട്ട് നടന്ന് ഒരു 3-4 കിലോമീറ്റർ ചുറ്റി വളർന്നു നായ്ക്കട്ടിയിൽ നിന്ന് കല്ലൂർ ചെന്ന് ചുറ്റി വളഞ്ഞാണ് ദേശത്തെത്തിയത്. 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് വീട്ടിലെത്തേണ്ടത് ഞാനൊരു 12 മണിയായിട്ടുണ്ട് ചുറ്റി വളഞ്ഞെത്തിയപ്പോൾ. അത്രമാത്രം ഭീകരത അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടി കൂടിയിരിക്കുന്നു. ഇന്നത്തെ ഒരു പ്രതിസന്ധി ഇവിടെ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ആരെയും നമ്മൾ കുറ്റം പറയും. വാസ്തവം പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ കുറ്റം പറയാൻ സാധിക്കും. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഈ അടുത്ത ദിവസം പുൽപ്പള്ളിയിലും ഈ പ്രദേശത്തൊക്കെ പ്രതിസന്ധികൾ രൂക്ഷമായ ഈ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങളെല്ലാം നടന്നു. പലരുടെയും രോഷം സർക്കാർ ഉദ്യോഗസ്ഥരോട്. അവരും മനുഷ്യരാണെന്ന് ചിന്തിക്കുമ്പോൾ അവർക്കെതിരെ നമുക്ക് അധികമായി പൊട്ടിത്തെറിക്കാനായി സാധിക്കുകയില്ല. നിയമങ്ങൾ ധാരാളമുണ്ട്. ഇത് നടപ്പാക്കുന്നതിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസൂത്രണം ചെയ്ത നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ എവിടെയൊക്കെയോ വീഴ്ച പറ്റി. അവരാരാണ് എന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ഒരു തിരുത്തൽ ഈ രാജ്യത്തുണ്ടായില്ലെങ്കിൽ, പ്രിയപ്പെട്ട അജീഷിനെ പോലെ പോളിനെ പോലെ ഈ നാട്ടിൽ നിന്നും മൺമറഞ്ഞു പോയ അല്ലെങ്കിൽ വന്യമൃഗത്താൽ നഷ്ടപ്പെട്ടവരെ പോലെ അനേകർ നഷ്ടപ്പെടാം. ആ കൂട്ടത്തിൽ ഒരുപക്ഷെ കെന്നിയച്ഛനും ഉണ്ടാകാം, നിങ്ങളിൽ പലരും ഉണ്ടാകാം. ഇതുണ്ടാകാതിരിക്കുവാൻ, തടയിടുവാൻ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ആര് നടപ്പിലാക്കും? നമുക്കറിയാം, ദേശീയ ശ്രദ്ധ, ലോക ശ്രദ്ധ തന്നെ നമ്മുടെ വയനാട് നേടിക്കഴിഞ്ഞു. എന്തുകൊണ്ട്? വയനാടിനെ പ്രതിനിധീകരിക്കുന്ന MP വന്നു. മന്ത്രിമാർ ഇച്ചിരി വൈകിയാണെങ്കിലും എത്തി. കേരള മന്ത്രിമാർ ഇച്ചിരി വൈകിയാണെങ്കിലും എത്തി. അടുത്ത ദിവസങ്ങൾ കേന്ദ്രമന്ത്രി കടന്നു വരികയാണ്, ഗവർണർ കടന്നു വന്നു, ലോക ശ്രദ്ധ നേടി. എങ്ങനെയാണോ വയനാട് ലോക ശ്രദ്ധ നേടിയിട്ടോ? എന്തെങ്കിലും ഒരു തീരുമാനം, ഉറച്ചതായ ഒരു തീരുമാനം, കേവലം ഒരു മനുഷ്യൻ്റെ വില 10 ലക്ഷത്തിൽ ഒതുങ്ങുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? 50 ലക്ഷം തരാമെന്നുണ്ട്, കിട്ടിയാൽ മാത്രം പറയാം. കിട്ടില്ല പ്രിയമുള്ളവരെ, ഞങ്ങളെക്കുറിച്ച് പറയാം. ഈ വനത്തിൽ ജീവിച്ചു വന്ന ഞങ്ങളെയൊക്കെ വനത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി, ഫോറസ്റ്റ് ലീസ് കർഷകരെ പുറത്താക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ വരികയും പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് 10 ലക്ഷം എന്ന നിലയിൽ കൊടുത്തുകൊണ്ട് പുറത്താക്കാൻ നിയമം വന്ന് പാസ്സായി. 10 ലക്ഷം തരും. ആ കണക്കിന് നോക്കിയാൽ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 4 പേര്, ഞാനും എൻ്റെ പിതാവും എൻ്റെ സഹോദരന്മാർ 2 പേരും. എൻ്റെ പിതാവിന് ലഭിച്ചു 10 ലക്ഷം. ബാക്കി ഞങ്ങൾ 3 മക്കൾക്കും ലഭിച്ചില്ല. കാരണം എന്തെന്നറിയാമോ? കണക്കെടുക്കുന്നതിന് വേണ്ടി സർവേക്ക് വന്നപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തില്ല. 2001 മുതൽ കണ്ണൂർ, കോഴിക്കോട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ പള്ളികളിൽ ശുശ്രൂഷ ചെയ്യാൻ പോയ ഞാൻ കണക്കെടുപ്പിൻ്റെ സമയത്ത് വീട്ടിലില്ല. ഈ ഭൂമുഖപ്പരപ്പിൽ വീട് പോലുമില്ലാത്ത എനിക്ക് കണക്കെടുപ്പിൻ്റെ സമയത്ത് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് അത് നഷ്ടമാക്കി. എൻ്റെ സഹോദരന്
കൊട്ടങ്ങരയിൽ താമസിക്കാൻ പ്രയാസമായിട്ടൊന്ന് വാടകയ്ക്ക് മാറി. ആനശല്യം കൊണ്ടാണ് മാറിയത്. അതിൻ്റെ താഴെയുള്ള സഹോദരനും വൈദികനാണ്. അദ്ദേഹം സെമിനാറിൽ പഠിക്കുന്നത് പോയതുകൊണ്ട് സർവേയുടെ സമയത്ത് അവിടെ ഇല്ല, മാറി. അപ്പോൾ സർക്കാരിന് നിയമം പാസാക്കിയ വ്യവസ്ഥിതിക്ക് 30 ലക്ഷം ലാഭമായി. എങ്ങനെ നമുക്കുള്ളത് തരാതിരിക്കാമെന്ന ചിന്തയാണ് ഉള്ളത് വനം വകുപ്പിനും ഒക്കെ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോവുക. ഇവരുടെയൊക്കെ ഇടയിൽ നല്ല മനുഷ്യരുണ്ട് കേട്ടോ, നല്ല ഉദ്യോഗസ്ഥരുണ്ട്, അവരെയൊന്നും കാണാതെ പോകുന്നില്ല. ആ നല്ല ഉദ്യോഗസ്ഥർ ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി നടക്കുകയാണ്. ഫോറസ്റ്റിൽ അനുവദിച്ച നഷ്ടപരിഹാരം കിട്ടാത്ത ഞങ്ങൾക്കൊക്കെ തീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി പോവുക. ഇവിടെയും അജീഷിൻ്റെ കുടുംബത്തിനായാലും മോളിൻ്റെ കുടുംബത്തിനായാലും പോരായ്മകൾ തികത്തിക്കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ മുന്നിട്ടിറങ്ങുന്നവരെ മുക്തകണ്ഠം പ്രശംസിക്കുമ്പോൾ തന്നെ നിയമങ്ങൾ നടപ്പിലാക്കാൻ താമസമെടുക്കുകയും മനുഷ്യജീവന് വില കൽപ്പിക്കാത്തവർക്ക് എതിരെ നമുക്കെങ്ങനെ മുന്നോട്ടിറങ്ങാം എന്ന നിലയിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏതായാലും ഈ നാടിന് വളരെ ദുഃഖത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നാളിൽ, നമുക്കൊക്കെയും പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന നാളിൽ ഇനി ആർക്കുണ്ടാകാത്ത വിധത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്. തീർച്ചയായും അച്ഛൻ വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. തിരുത്തലുകൾ ആവശ്യമാണ്. ഒപ്പം തന്നെ ഈ വനപ്രദേശവുമായി ബന്ധപ്പെട്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ പറ്റി അച്ഛൻ ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് കൂടുതൽ അറിയാം. അച്ഛനും കൂടുതൽ അറിയാം. ഒപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് തന്നെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ഈ കൂട്ടത്തിൽ ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന, നമുക്കറിയാം, ആന ചവിട്ടിക്കൊന്ന പ്രിയപ്പെട്ട അജീഷിൻ്റെ മകള് അല്ലമോള് നമ്മോടൊപ്പം ഉണ്ട്. അപ്പം അല്ലമോളെ പ്രത്യേകിച്ച് വളരെ വലിയൊരു വേദന, നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ് മോളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അപ്പൻ നഷ്ടമായിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നേരത്തെ രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ വന്നപ്പോൾ മോള് വളരെ വൈകാരികമായിട്ട് അവരോട് പ്രതികരിച്ചിരുന്നു. ഇനിയൊരു ജീവൻ പോലും പൊലിയരുത്. ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ മോൾക്ക് എന്താണ് ഇവിടുത്തെ ഒരു ഭരണ സംവിധാനങ്ങളോട്, നിലവിലെ നിയമ വ്യവസ്ഥയോട് മോൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. എൻ്റെ ഡാഡിക്ക് സംഭവിച്ച കണക്ക് വേറെ ഒരാൾക്ക് സംഭവിക്കരുത്. പിന്നെ വയനാട് ജില്ലയിൽ 3/4 ഫോറസ്റ്റുകളിലും ആനകളുണ്ട്, കടുവകളുണ്ട്. പക്ഷേ ഇനിയൊന്നും പിടിച്ച് വേറൊരു സ്ഥലത്തേക്കാക്കാൻ പറ്റുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ഒരു നിയമമുണ്ട്. ആക്രമിക്കുന്ന ഒരു മൃഗത്തെ പിടിച്ച് ഒന്നീ ഹണ്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്ലേസ് ചേഞ്ച് ചെയ്യാം. അവരെ ആ പ്ലേസ് ചേഞ്ച് ചെയ്യുന്ന ഒന്നെങ്കിൽ ഒരു പാർക്കിലേക്ക്, ഒരു നാഷണൽ പാർക്കിലേക്ക്, അങ്ങനെ. ഇല്ലെങ്കിൽ ഭയങ്കര ആക്രമിക്കുന്ന ആനയോ കടുവയാണെങ്കിൽ അതിനെ ഫോറസ്റ്റ് ഓഫീസറിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ അതിനെ കില്ല് ചെയ്യാനുള്ള റൂൾസ് ഉണ്ട് വിദേശങ്ങളിൽ. പക്ഷേ ഇവിടെ ആ റൂൾസ് ഇല്ല. അത് ഇവിടെ കൊണ്ടുവരണം. വയനാട്ടിലെ ഈ ആനേനെ ഇപ്പോൾ 12 ദിവസമായി. ഇന്ന് കർണാടക കയറി തോന്നുന്നു. ആ കർണാടകയിൽ കയറുന്നതിന് മുന്നേ 11 ദിവസം ഈ വയനാട്ടിലുണ്ടായിരുന്നിട്ട് അതിനെ വെടിവെക്കാൻ ഇതുവരെ കേരള സർക്കാരിന് പറ്റിയിട്ടില്ല. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു, വെടിവെക്കാമെന്ന് പറഞ്ഞ ഉത്തരവും വന്നു. എന്നിട്ട് എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? ഇപ്പോൾ ഇനി അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അപ്പം ഷൂട്ട് ചെയ്യാനുള്ള നിർബന്ധം പിടിച്ച ഓർഡർ വന്നിട്ടുണ്ട്. അത് ഇന്ന് വന്നു. അതിന് നന്ദിയുണ്ട്. ഇനി ഒരു മനുഷ്യരെ കൊല്ലല്ലേ എന്ന്. ആനേനെ ഒന്നെങ്കിൽ അതിനെ ഒന്ന് വേറെ എങ്ങോട്ട് മാറ്റാൻ നോക്കും, അല്ലെങ്കിൽ ആനേനെ ഒരിടത്ത് പാർക്കിലോ അങ്ങനെ എവിടെയെങ്കിലും താമസിപ്പിക്കണം. ഓക്കെ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരാമർശം. ഒപ്പം തന്നെ ഒരു സജഷനാണ് നമ്മൾ നൽകിയത്. നമ്മോടൊപ്പം ലിസേജി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ കടുവയുടെ ആക്രമണത്തിൽ നിന്ന് വളരെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ലിസേജിയോടൊക്കെ സംസാരിച്ചപ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് ലിസേജി മുക്തമായിട്ടില്ല. പ്രത്യേകിച്ച് നാട്ടിൽ ഇറങ്ങിയിട്ടാണ് ഇത്തരം ഈ വന്യമൃഗങ്ങളൊക്കെ ഈ ആൾക്കാരെ ആക്രമിക്കുന്നത്. ലിസേജി ആ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം വളരെ പ്രതികരണങ്ങൾ അങ്ങ് നൽകിയിരുന്നു. പക്ഷെ അതിനുശേഷവും അതിൻ്റെ ഒരു ഷോക്ക് മാറിയിട്ടില്ല അല്ലേ? പിന്നീട് പുറത്തിറങ്ങാനോ ഒരു ദേവാലയത്തിലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. അതിനുശേഷം കടന്നു പോകുന്ന ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ, അതിനെപ്പറ്റി ഒന്ന് പങ്കുവയ്ക്കും. എനിക്കതിന് ശേഷം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് മാറുന്നതിന് ഭയങ്കര ഭയമുണ്ട്. ഇനി ഇപ്പോൾ 2-3 ദിവസം ഞാൻ പള്ളിയിലൊന്നും പോന്നിരുന്നില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് പള്ളി വരാതിരുന്നിട്ട് എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നിയത് കൊണ്ട് ഇപ്പോൾ എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് വിടുവാണ്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഒരു 20 മീറ്റർ അകലേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. പക്ഷേ എനിക്ക് അവിടുന്ന് ഇവിടം വരെ വരാൻ നല്ല ഭയമുണ്ട്. ഒരു കരികിലെ അനങ്ങുന്ന ഒച്ച പോലും കേൾക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരു ഭയപ്പാടാണ് എൻ്റെ ഉള്ളിലുള്ളത്.
ഇവിടുത്തെ ഒരു കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? കുട്ടികളെല്ലാം വളരെ ഇപ്പം അജീഷിൻ്റെ മരണം, അതിൻ്റെ അപ്പുറം പോളേട്ടൻ്റെ മരണം, അതിനുശേഷം ഈ സംഭവം കൂടെ കൂടി കുഞ്ഞുങ്ങളെല്ലാം ഭയന്നിട്ടുള്ളത്. പള്ളിയിലൊന്നും പിള്ളേരാരും തന്നെ ഇല്ല. എല്ലാവർക്കും ഭയങ്കര ഭീതിയിലാണ് കുഞ്ഞുങ്ങളെല്ലാം ഉള്ളത്. തീർച്ചയായും വളരെ വ്യക്തമാണ്. എനിക്ക് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ പ്രായമായിട്ടുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് ആദ്യകാല കുടിയേറ്റത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള പ്രായമായിട്ടുള്ള വ്യക്തികൾ, നമുക്കറിയാം ഈ ഒരു വന്യമൃഗം ആ സമയത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. പക്ഷേ ആദ്യ സമയത്തിൽ നിന്ന് വിഭിന്നമായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വന്യജീവി ആക്രമണങ്ങൾ നമ്മുടെ വയനാടൻ മേഖലയിൽ അത് വർദ്ധിച്ചു വരുന്നത്? എനിക്കൊന്ന് പ്രായമായിട്ടുള്ളവർ, പ്രത്യേകിച്ച് വയനാടിനെ വളരെ വർഷങ്ങളായിട്ട് അടുത്തറിയാവുന്ന പ്രായമായിട്ടുള്ള ചേട്ടന്മാരൊന്ന് പ്രതികരിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാനിവിടെ ജനിച്ചത്, എൻ്റെ പേര് വർക്കി, താമസിക്കുന്ന മുട്ടങ്കര, ഇവിടെ അടുത്ത് തന്നെയാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഒന്നും ഞാൻ വന്യമൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ ദിവസം പള്ളിയിൽ വരുന്നൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ വരാൻ പേടിയാണ്. ഒരു ദിവസം ഞാൻ പള്ളിയിലേക്ക് വരുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ ഓടി വരുന്നു, ചേട്ടാന്ന് വിളിച്ചുകൊണ്ട്. ഞാൻ പേടിച്ചു പോയി, എന്താ ഈ പിള്ളേർ ഓടി വരുന്നത് ഈ കയറ്റം കയറി വരുമ്പോൾ. അന്നേരം കുറേ പന്നി ആ താഴേന്ന് കയറി വരും. പിള്ളേർ പേടിച്ചിട്ട് ഓടി വന്നു. ഞാൻ മക്കളെ പേടിക്കണ്ട, ഞാൻ ഒച്ചയിട്ടിട്ട് അങ്ങ് കയറിപ്പോയി. അതേപോലെ ഈ ഒരു 5-8 മാസം മുമ്പ് രാവിലെ പള്ളി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഫോറസ്റ്റുകാരും കുറച്ച് ആൾക്കാരും ഉണ്ട്, ചേട്ടാ പുറത്തിറങ്ങരുത്, ആനയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ പള്ളി കഴിഞ്ഞ് വന്നേ ഉള്ളൂ, ഞങ്ങൾ ആനയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ചേട്ടാ പുറത്തേക്ക് ഇറങ്ങരുത്, ഇവിടെ ആനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഒരു കരച്ചിൽ കേൾക്കുന്നു. ഒരു കൊച്ചും തള്ളയും കൂടെ അങ്ങോട്ട് പോകുമായിരുന്നു. പള്ളി കഴിഞ്ഞിട്ട് ആ കൊച്ചു മുന്നോട്ട് ഓടി, തള്ള ഓടിയിട്ട് അടുത്തൊരു വീട്ടിലേക്ക് കയറി. പക്ഷേ ആന നേരെ വന്നു, അതിനൊന്നും ചെയ്തില്ല. അപ്പുറത്തോടെ വന്നിട്ട് നമ്മുടെ പറമ്പിൻ്റെ അപ്പുറത്തോടെ വന്നിട്ട് കയറിയിട്ട് നമ്മുടെ അനിയൻ്റെ വീട്ടിലേക്ക്, അനിയൻ്റെ ഭാര്യ പുറത്തേക്ക് വാതിൽ തുറന്നിട്ട് ഇറങ്ങുമായിരുന്നു. അന്നേരം ഒരു തിണ്ട് പോലെയുണ്ട്, ആ തിണ്ടേന്ന് ചാടിയത് ഈ ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ. ആ ഷീറ്റിലേക്ക് തട്ടിയത് കൊണ്ട് അനിയത്തെ പിടിച്ചില്ല, അല്ലെങ്കിൽ പിടിച്ചു. അവൾ അലർന്ന കേട്ടതുകൊണ്ട് ഞങ്ങൾ ഓടി ചെല്ലുമ്പം വിറയ്ക്കുക, പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇന്ന് വരെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ഇത്ര കാലമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പകലൊന്നും ആനനെ കണ്ടിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല, കൃഷി നശിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം നമുക്കൊരു കുറച്ച് കാലമായിട്ട് ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, ഇങ്ങനെയുള്ള ഒരു സാധനം ഞാനൊക്കെ കിണ്ടൽ കണക്കിന് കാച്ചിൽ, ചേന, ചേമ്പൊക്കെ കൃഷി ചെയ്തിട്ട് വിറ്റുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ഒരു സാധനം നമുക്ക് തിന്നണമെങ്കിൽ തന്നെ നട്ട് തിന്നാൻ പറ്റാത്തൊരവസ്ഥയായി. ഇത് കൃഷിക്കാർ നമ്മൾ കൃഷി നശിപ്പിച്ച് നമ്മുടെ പറമ്പിൽ കയറിയിട്ട് കാട്ടാനയും മൃഗങ്ങൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കും. നിങ്ങൾ വില്ലേജിൽ ചെന്നിട്ട് ഈ അക്ഷയ വഴി അപേക്ഷ കൊടുക്കാൻ പറയും. ഇവർ ഈ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊരു 3-4 പ്രാവശ്യം എൻ്റെ 2 കായ്ക്കുന്ന തെങ്ങ്, കാപ്പി, എൻ്റെ മോട്ടറിൻ്റെ പൈപ്പ്, പിന്നെ അതിൻ്റെ വയറ്, ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് കൊടി ഇതെല്ലാം ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞിട്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് അപേക്ഷ കൊടുത്തു. 2 പ്രാവശ്യമായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ വന്ന് ഫോട്ടോ എടുത്ത് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ 2-3 പ്രാവശ്യം ഫണ്ട് വന്നിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർ തരുന്നുമില്ല. ഇവർ വന്നു കഴിയുമ്പോൾ ഇവരോട് വിളിച്ച് ചോദിച്ചു കഴിയുമ്പോൾ ഇവർ ഫണ്ട് വരും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതുകൊണ്ടല്ല, ജനങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു സൗകര്യം സർക്കാർ ഒരുക്കണം. അതെന്താണെന്ന് വെച്ചാൽ വിദേശത്തൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുഴി കുഴിച്ച് അവിടെ പിന്നെ ഷോക്കിടും. ഷോക്കിട്ട് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആന വന്നു കഴിയുമ്പോൾ ആനയോ മൃഗങ്ങളോ വന്നു കഴിഞ്ഞ് ജനങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ഒരു മൃഗങ്ങളും വന്ന് ഷോക്ക് കേൾക്കുമ്പോൾ അവരിങ്ങോട്ട് കിടക്കുകയില്ല. ജനങ്ങൾക്ക് ഇഷ്ടംപോലെ ജീവിക്കാനുള്ള സൗകര്യം സർക്കാരിന് ചെയ്യാം, ജനപ്രതിനിധികൾക്ക് ചെയ്യാം. നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ ജീവിക്കുന്ന കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു നിയമങ്ങളും ഒരു മന്ത്രിയും ഒരു ആൾക്കാരും ചെയ്യുന്നില്ല. കാരണം ജനങ്ങൾ ഇവിടുന്ന് വിട്ടിട്ട് പോകണമെന്നല്ല അഭിപ്രായം. ഇവരെന്തോ വന്യമൃഗ സങ്കേതമാക്കാനുള്ള ഒരു അഭിപ്രായം എൻ്റെ പിന്നെ മനസ്സിൽ തോന്നുന്ന ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. വന്യമൃഗ ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥ മേധാവികളും ഭരണകർത്താക്കളും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ശരി, തീർച്ചയായിട്ടും ചേട്ടൻ ഒരു കർഷകൻ എന്ന നിലയിൽ വളരെ വേദനയാണ് പങ്കുവച്ചത്. എനിക്കൊന്നും ചേട്ടൻ ഒന്ന് പങ്കുവയ്ക്കാം. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള വ്യക്തിയാണ്, വർഷങ്ങളായിട്ട് വയനാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ നാളുകളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യത്തിൻ്റെ ആ രൂക്ഷതയെക്കുറിച്ച് ഒന്ന് ചെറിയ വാക്കുകളൊന്ന് പങ്കുവയ്ക്കും. ആന, കടുവ, പന്നി, കുരങ്ങ്, മാന, ഇതിനെ കൊണ്ടൊന്നും യാതൊരു രക്ഷയില്ല. ഇപ്പം ചെന്നാലും പറമ്പിൽ എല്ലാ ഐറ്റവും ഉണ്ട്. ഒരു 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനാവില്ല. ഇതുപോലെയുള്ള ശല്യമാണ്. പേടിച്ചിട്ടാണ് റബ്ബർ വെട്ടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് ഇറങ്ങാനോ പറ്റും. നമ്മുടെ കൃഷിഭൂമിയിൽ നമുക്കൊന്ന് നമ്മുടെ വിളകൾ നനയ്ക്കാൻ പോകാനോ അല്ലെങ്കിൽ അതിനെ പരിപാലിക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല, ഭയമാണ്. ഒന്നിനും പറ്റൂല. എങ്ങോട്ട് നോക്കിയാൽ ഈ കാടാണെങ്കിൽ പേടിയാണ്. അതുപോലെയുള്ള ബുദ്ധിമുട്ടിലാണുള്ളത്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കിയില്ലെങ്കിൽ യാതൊരു രക്ഷയില്ല. അതുപോലെ പശുക്കളെ കറക്കുന്നവർക്ക് അവർക്കും ഇത് തന്നെയാണ് സ്ഥിതി. എല്ലാവർക്കും
യെസ്, വളരെ ഒരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം എനിക്ക് ചേട്ടനെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ചേട്ടൻ പങ്കുവെച്ചത്. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നേരത്തെ ചേട്ടൻ പങ്കുവെച്ചൊരു പ്രത്യേകിച്ച് ആനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പങ്കുവെച്ചു. സീനിയർ ആയിട്ടുള്ള വ്യക്തികൾ ആദ്യം ഒന്ന് അവരുടെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. സീനിയേഴ്സ് ആയിട്ടുള്ള. എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ ഒരു 20 വർഷം പുറത്തായിരുന്നു, ചരടക്കുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എങ്ങുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും വീട്ടിലും നമുക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭരണാധികാരികൾ യാതൊരു വിഷനും ഇല്ലാതെ, നമ്മളിപ്പം പലരും ഇവിടെ ഇരിക്കുന്ന പലരും പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ ഫെൻസിങ്ങും ബൗണ്ടറീസും മാനേജ് ചെയ്യേണ്ടതെന്ന്. അതറിയില്ലാത്തത് കൊണ്ടല്ല, നമ്മൾക്ക് ആൾക്കാർക്ക് വിവരം ഇല്ലാഞ്ഞതുകൊണ്ടല്ല, അത് അപ്ലൈ ചെയ്യാനോ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാരണം നമ്മളൊരു ഇഷ്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫെൻസിങ് മാതിരിയുള്ള എത്രയോ കാലങ്ങളായി എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിന് മേലെയായി ഫെൻസിങ്, പെർമനൻറ്റ് ഫെൻസിങ് വേണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. ഈ ഫെൻസിങ് കംപ്ലീറ്റഡ് നമ്മളത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ഇലക്ഷനിൽ ആസ് എ പൊളിറ്റീഷ്യൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഇഷ്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, പെർമനൻ്റായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ വേറെ മുതലെടുപ്പിനുള്ളൊരു അവസരമില്ല. കാരണം ഈ ഇഷ്യൂ എപ്പോഴും കത്തി നിൽക്കേണ്ടത് ഈ രാഷ്ട്രീയക്കാരുടെ ആവശ്യമാണ്. പ്രശ്നം അവസാനിക്കരുത്. അതെന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയാണെങ്കിലും, ഞാനൊരു പാർട്ടിക്കാരനോ ഒന്നുമല്ല, ഞാനിതിവിടെ കണ്ടിട്ട് പല രാജ്യങ്ങളും പോയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ നമ്മൾ നടത്തണമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അവരൊരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യും, അതോടുകൂടി ആ കാര്യങ്ങൾ അവിടെ തീരും. പിന്നെ അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ അവിടെ ഭരിക്കുന്നത്. അവർക്ക് അതിൽ നിന്നുള്ള ഫണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സണൽ ബെനിഫിറ്റ്സ് ഒന്നും അവർക്കൊരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ്. ഒരു 10 ലക്ഷം രൂപ ഇപ്പോൾ മരിച്ച വന്യമൃഗങ്ങളുടെ അപകടത്തിൽ മരിച്ച ആൾക്കാർക്ക് കൊടുക്കാമെന്ന് നിയമം ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ കണ്ടത് നമ്മളുടെ പോളിയേട്ടൻ്റെ കാര്യത്തിലും അജീഷിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആദ്യം നമ്മൾ വരുന്നു, ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു, നിങ്ങൾക്ക് ഉടനെ ഞങ്ങൾ 5 ലക്ഷം രൂപ തരുന്നു. ഇത് ആരുടെ ഔദാര്യമല്ല. നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപയുടെ നിയമം ഇവിടെ സാധ്യതയുള്ളപ്പം, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അത് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളപ്പം അവരെന്തിനാണ് ഈ നാട്ടുകാരുടെ ഒരുപക്ഷെ അജ്ഞരായിരിക്കും, ഈ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് അപ്പോൾ രാഷ്ട്രീയക്കാരും കിട്ടുന്ന മേടിച്ചോ, നമുക്ക് കിട്ടുന്ന മേടിക്കാം. ഇതല്ല ഇവിടെ വേണ്ടിയത്. നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ചന്ദ്രനിലേക്കും എല്ലായിടത്തും ആളെ അയക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് വയനാട് പോലെയുള്ളൊരു ചെറിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പശ്ചിമഘട്ടത്തിന് പ്രോപ്പറായിട്ടൊരു ഫെൻസിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി ആൾക്കാർ എന്ത് വിചാരിക്കും? അത് വളരെ ലജ്ജാകരമാണ്, അത് ഭയങ്കര മോശമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഇവിടെ നിന്ന് വയനാട്ടിൽ നമ്മളൊരു 3 മണിക്കൂർ അടുത്ത ഏറ്റവും ഒരുവിധം നല്ല സൗകര്യമുള്ള ചികിത്സ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് പോകണം. കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞാൽ ചുരത്തിൽ നമുക്ക് മിനിമം എത്ര ബ്ലോക്ക് ഉണ്ടാകുമെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് വയനാട്ടിൽ? ഒന്നുകിൽ വയനാട്ടുകാർ ഇവിടുന്ന് വിട്ടിട്ട് ഇറങ്ങിപ്പോകണം. നമ്മൾ 60s-ലും early 70s-ലും നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ്. അല്ലാതെ നമ്മൾ ആരും ഇങ്ങോട്ട് തന്നെത്താൻ വന്നതല്ലല്ലോ. ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഭക്ഷ്യപ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി 60കളിലും 70ൻ്റെ ആരംഭത്തിലും ഇങ്ങോട്ട് വന്ന ആൾക്കാരുണ്ട്, 50-ൽ വന്ന ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ 1950-ന് മുമ്പേ വന്നതാണ്. അപ്പോൾ ഒരു നല്ലൊരു ചികിത്സാ സഹായം പോലും, അതിനുള്ളൊരു ഫെസിലിറ്റി പോലും ചെയ്തു തരാൻ പറ്റില്ലാത്ത ഈ ഭരണാധികാരികൾക്ക് അത് നന്നായിട്ട് നോക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. നമുക്ക് സാറിലേക്ക് ഒന്ന് പോകാം. പ്രത്യേകിച്ച് ഒത്തിരി പേർക്ക് ഇനിയും അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കാണ്ട് ഞാൻ വരാം, ജനങ്ങളിലേക്ക് തന്നെ വരാം. സാർ പ്രത്യേകിച്ച് അങ്ങ് ഈ ജനകീയമായിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ വളരെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ പലരും സൂചിപ്പിച്ചു, അവരുടെ ആശങ്കകൾ സൂചിപ്പിച്ചു. ഈ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഈ വന്യമൃഗങ്ങൾ, വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ, എന്തുകൊണ്ടാണ് ഈ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥ വയനാടിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്? അങ്ങയുടെ ഒരു നിരീക്ഷണം. ആ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ 47-45 കാലഘട്ടങ്ങൾ തൊട്ട് തന്നെ വയനാട്ടിലേക്കുള്ള കുടിയേറ്റം നടന്നിട്ടുണ്ട്. 2 തരത്തിലാണ് ഇവിടത്തേക്ക് കുടിയേറ്റം നടന്നിട്ടുള്ളത്. ഒന്ന്, ഗ്രോമോർ ഫുഡ്. ഇവിടുത്തെ താഴെയുള്ള ജനങ്ങൾക്കടക്കം ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ രാജ്യത്ത് ഭക്ഷ്യക്ഷാമം രൂക്ഷമായൊരു കാലഘട്ടത്തിൽ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ആളുകളെ പണം കൊടുത്ത് ഹൈറേഞ്ച് മേഖലകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ ഹൈറേഞ്ചിൻ്റെ വിവിധ തലങ്ങളിലേക്ക് കയറിയതുപോലെ തന്നെ ഇങ്ങോട്ടും ആളുകൾ ഈ വയനാട്ടിലേക്കും പ്രവേശിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു കാരണം, പുതിയൊരു മണ്ണ് തേടിയുള്ള യാത്രയിൽ ഇവിടെ 1000-കണക്കിന് ഏക്കർ അന്ന് കൈവശം വെച്ചിരുന്ന ജന്മിമാരിൽ നിന്നും ഭൂമി വിലക്ക് വാങ്ങിയിട്ട് ഈ നാട്ടിലേക്ക് കുടിയേറിയ ആളുകളുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരെ മുഴുവൻ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന ഒരു നരേഷൻ കുറേ കാലമായിട്ട് ഗവൺമെൻറ് ഏജൻസികളുടെ, പ്രത്യേകിച്ച് വനം വകുപ്പിൻ്റെയും അവർ സ്പോൺസർ ചെയ്യുന്ന പരിസ്ഥിതി സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.
ഇപ്പം ഞാൻ അജീഷിൻ്റെ അതേപോലെ പോളിയേട്ടൻ്റെയും ഇപ്പോൾ ശരത്ത് എന്ന് പറഞ്ഞിട്ടൊരു 15 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ, ആദിവാസി ചെറുപ്പക്കാരൻ ആനയുടെ ആക്രമണമേറ്റ് ശരീരത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ബെഡിൽ കിടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വരുന്ന താഴെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ കമൻറ്റുകൾ, അവരുടെ പരാമർശങ്ങൾ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് വനഭൂമി കയ്യേറി വനത്തിൽ ജീവിക്കേണ്ട മൃഗത്തിൻ്റെ ആവാസ വ്യവസ്ഥിതിയെ മനുഷ്യൻ തകർത്തിരിക്കുന്നു. ആ തകർത്തതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് തെറ്റായൊരു നരേഷനാണ്. വില കൊടുത്ത് മേടിച്ച ഭൂമി അന്ന് 10,000, 2,000, 5,000, 10,000 ഏക്കറുള്ള ഭൂമിയാണ് ഇവിടെയുള്ള വൻകിട ജന്മിമാരുടെ കയ്യിൽ, ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുടെ കയ്യിലും വ്യക്തികളുടെ കയ്യിലും ഉണ്ടായിരുന്നത്. അത്തരം കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ ഭൂമി വാങ്ങുന്ന സമയത്ത് 5 ഏക്കർ, അവിടെ 5 ഏക്കറിനുള്ള പണമേ എൻ്റെ കയ്യിലുള്ളൂവെങ്കിൽ 5 ഏക്കർ ഭൂമി നീ എടുത്തോ. അടുത്തൊരാൾ, എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിനോ എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു അയൽക്കാരനോ അടുത്ത 10 ഏക്കർ കൊടുക്കുന്നതിനിടയിൽ ഭൂമി ഉണ്ടാവും. തൊട്ടടുത്ത അതിർത്തിയായിട്ടല്ല കൊടുക്കുക. അങ്ങനെ ഭൂപരിഷ്കരണ നിയമം, ലാൻഡ് സീലിംഗ് ആക്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ 5 ഹെക്ടറിൻ്റെ മുകളിലുള്ള ഭൂമികൾ മുഴുവൻ സർക്കാർ വീടില്ലാത്ത ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മിച്ച ഭൂമി 5 ഹെക്ടറിന് മുകളിലുള്ള ഭൂമി സർക്കാർ പിടിച്ചെടുത്തു. അങ്ങനെ കേരളത്തിൽ 2,32,000 ഹെക്ടർ ഭൂമി ഈ രൂപത്തിൽ പിടിച്ചെടുത്ത ഭൂമിയുണ്ട്. ഇങ്ങനെ പിടിച്ചെടുത്ത ഭൂമി ആ സമയത്ത് സർക്കാർ എന്ത് ചെയ്തില്ല? ഭവനരഹിതരായ ആൾക്കാർക്ക് കൊടുത്തില്ല. ഗവൺമെൻറ് ഒരു നിയമം പ്രഖ്യാപിച്ചപ്പോൾ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കിയപ്പോൾ അവർ ഉദ്ദേശമായി പറഞ്ഞിരുന്ന കാര്യം ചെയ്തില്ല. തൽഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി ഗവൺമെൻറ് ജനങ്ങൾക്ക്, ഭൂരഹിതർക്ക് വിട്ടുകൊടുക്കാതെ വരികയും പകരം ഇതിൻ്റെ സൂക്ഷിപ്പുകാരായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ സൂക്ഷിപ്പുകാരായതോടുകൂടി എന്തായി? ഈ യഥാർത്ഥത്തിലുള്ള റവന്യൂ ലാൻഡ് അല്ലെങ്കിൽ കൈവശം ഉണ്ടായിരുന്ന ഭൂമികൾ മുഴുവൻ ഫലത്തിൽ ഫോറസ്റ്റായി മാറി. എന്ന് വെച്ചാൽ ഞാൻ വില കൊടുത്ത് മേടിച്ചിരിക്കുന്ന താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പരിസര പ്രദേശത്തൊന്നും ഞാൻ വരുമ്പോൾ വനമില്ല, അവിടെ വനമില്ല. പക്ഷേ ഈ മിച്ചഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഫോറസ്റ്റിന് കൈമാറിയതോടുകൂടി ഞാൻ വനപ്രദേശത്തിൻ്റെ അതിർത്തിയിൽ താമസക്കാരനായി മാറി. ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ നരേഷനിൽ ഞാൻ ആരായി? വനം കയ്യേറ്റക്കാരനായി മാറി. യഥാർത്ഥത്തിൽ വനം എൻ്റെ അടുത്തേക്ക് വരിക. ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തിട്ട് സർക്കാർ എൻ്റെ ഭൂമിയിൽ നിന്ന് 5-10 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്ന വനത്തെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നിട്ട് എനിക്കെതിരായിട്ട് സർക്കാരും ഏജൻസികളും ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇവിടെ കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ നടന്നതിനേക്കാളേറെ മനുഷ്യജീവൻ്റെ നഷ്ടം ഇപ്പോഴുണ്ടാവുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽപ്പെട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ, നിങ്ങൾക്കറിയാം, എനിക്ക് തോന്നുന്നത് ഈ തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം 88 ആളുകൾ മരിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിൽ. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണത്തിൽ വിധവകളെ സൃഷ്ടിച്ച നാടാണിത്. വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ വിധവകളുള്ള നാടാണ് വയനാട്. ഈ അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ 55-ലധികം വിധവകളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ നാട്. 100 കണക്കിന് കുട്ടികളുടെ പിതാക്കന്മാരില്ലാത്ത കുട്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ നാട് വന്യജീവി ആക്രമണം മൂലം മാത്രം. അത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഈ വയനാട് എന്ന് പറഞ്ഞ പ്രദേശവും അതുപോലെ തന്നെ ഇതിന് സമാനമായ ഹൈറേഞ്ച് മേഖലകൾ മുഴുവൻ കടന്നു പോകുന്നത്. എണ്ണക്കൂടുതലാണ് എന്നുള്ളത് ഒരു കാരണം മാത്രമാണ്. വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് നമ്മൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതും ഒരൊറ്റ കാരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കേണ്ട ഒരു മേഖല ഇതിനകത്ത് വേറെ നിൽക്കുന്നുണ്ട്. എണ്ണക്കൂടുതലാണെങ്കിലും അതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് സർക്കാരാണല്ലോ. എണ്ണക്കൂടുതൽ മാത്രമല്ല, എണ്ണക്കൂടുതൽ നിയന്ത്രിക്കുന്നതിന് നിലവിൽ സംവിധാനങ്ങളുണ്ട്. കള്ളിങ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നിയമം ഭേദഗതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നിലവിലുള്ള സംവിധാനത്തെ സർക്കാർ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നില്ല. അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു വകുപ്പ് ഈ 1972 വനം വന്യജീവി നിയമത്തിൻ്റെ ഭാഗമാണ്. കൃത്യമായി പറയുന്നുണ്ട് അതിനകത്ത്. ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ, ഓരോ സ്റ്റേറ്റിലെയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവാദിത്തമാണ് ആ സ്റ്റേറ്റിലെ ഓരോ വന്യജീവി സങ്കേതത്തിലുമുള്ള മൃഗങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ ഇത്ര ചതുരശ്ര കിലോമീറ്റർ, ഇപ്പോൾ 2.5 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് ഒരു കടുവയ്ക്ക് ജീവിക്കാൻ വേണ്ടത്. അപ്പം അത്രയും സ്ഥലം അവിടെ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൽ ആ വന്യജീവി സങ്കേതത്തിൽ അനുവദിക്കപ്പെട്ടതിൽ കൂടുതൽ മൃഗങ്ങളുണ്ട് എങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വൈൽഡ് ലൈഫ് വാർഡന്മാരുമായി ചർച്ച നടത്തിയിട്ട് ഈ മൃഗത്തെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി മാറ്റം ചെയ്യുന്നതിന്, ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഈ നിലവിലുള്ള നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും അത് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങളിൽ വളരെ നിരുത്തരവാദിത്തപരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ അവസാനം പറയാൻ വെച്ച, അടുത്ത സെഗ്മെൻറ്റിൽ പറയാൻ വെച്ചൊരു കാര്യമാണ്, എന്നാലും പറയാം. ഇപ്പോൾ ഗുജറാത്തിൽ റിലയൻസിൻ്റെ സ്വകാര്യ ഒരു സഫാരി പാർക്ക്
ആ പാർക്കിലേക്ക് 4 മൃഗങ്ങളെ, കൂടുതലുള്ള 4 ലെപ്പേഡുകളെ മഹാരാഷ്ട്ര സർക്കാർ ഈ അടുത്ത ദിവസങ്ങളിൽ കൈമാറിയിട്ടുണ്ട്. കേരളത്തിന് കൈമാറാം. ഇവിടുത്തെ കടുവകൾ എണ്ണമെടുക്കാം. ഈ കടുവകൾക്ക് ജീവിക്കാൻ പറ്റിയ ആവാസ വ്യവസ്ഥയുള്ള ഈ രാജ്യത്തെ മറ്റ് വനങ്ങളിലേക്ക് ഇതിനെ സുഖമായിട്ട് കൈമാറ്റം ചെയ്യാം. സർക്കാർ തയ്യാറാവുന്നില്ല. നേരത്തെ ചോദിച്ച ചോദ്യം വന്യമൃഗങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട്, യഥാർത്ഥത്തിൽ എണ്ണ വർധനവ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാരണം മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ പരസ്യമായ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന പൊതുസമൂഹം ജനകീയ ആസൂത്രണ നിയമം വന്നതിന് ശേഷം ഒരു 100 ഉറുപ്പികയുടെ വ്യക്തിപരമായ ആനുകൂല്യം പോലും നമ്മൾക്ക് കൈപ്പറ്റണമെങ്കിൽ എന്തു വേണം? ഈ രാജ്യത്തിൻ്റെ ഇവിടെയുള്ള നിയമവ്യവസ്ഥ പ്രകാരം പഞ്ചായത്ത് മെമ്പർ തൊട്ട് ഗ്രാമസഭ തൊട്ടിട്ട് എല്ലാവരുടെയും കണ്ണിലൂടെ പോകുന്നുണ്ട്. ഈ 100 രൂപ ആരാണ് മേടിച്ചത്, അയാൾക്ക് ആ 100 രൂപ മേടിക്കാനുള്ള അർഹതയുണ്ടോ, യോഗ്യതയുണ്ടോ? ഒരു വീട് കൊടുത്താൽ, ഒരു കെട്ടിടം പണിതാൽ, ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുന്ന റോഡിൻ്റെ അവിടെ തന്നെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര ലക്ഷം രൂപയുടെ പദ്ധതി, ഇത്ര. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ ഈ മൃഗങ്ങൾക്ക്, വനത്തിനുള്ളിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് അതിനുള്ളിൽ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതിന് വേണ്ടി എൻ്റെയും നിങ്ങളുടെയും നികുതി പണം ഉൾക്കൊള്ളുന്ന കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഫോറസ്റ്റിനകത്ത്. ആരും പരിശോധിച്ചിട്ടില്ല. ഫെൻസിങ് നിർമ്മിക്കുന്നതിന് മാത്രമല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തരഹിതമായ സമീപനം മാത്രമാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത്. ഓഡിറ്റിംഗ് നടക്കുന്നില്ല ഏതൊക്കെ കാര്യങ്ങളിൽ. ഒന്നാമത്തെ കാര്യം, ഈ വന്യജീവി മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തീറ്റയില്ല, അതിനകത്ത് വെള്ളമില്ല. വയനാട് വനം എന്ന് പറയുന്നത് 344 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ് വയനാട് വനം എന്ന് പറയുന്നത്. അതിലെ 104 സ്ക്വയർ കിലോമീറ്റർ സ്ഥലവും ഏകദേശം 30% മുകളിലെ 30% മുകളിലുള്ള സ്ഥലവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മരം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ടിമ്പർ മർച്ചന്റ് എന്ന് പറയുന്നത്, മരവ്യാപാരി എന്ന് പറയുന്നത് ഫോറസ്റ്റാ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 220 കോടി രൂപയുടെ മരമാണ് ഈ ഫോറസ്റ്റിൽ നിന്ന് വിറ്റഴിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഒരു കൃഷിക്കാരനോ ഒരു വലിയ വൻകിട തോട്ടമുടമകളോ, ഹാരിസൺ മലയാളം പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ടാറ്റ പോലെയൊക്കെയുള്ള വൻകിട തോട്ടമുടമകൾ പോലും ഇത്രയും രൂപയുടെ മരം ഇതിനകത്ത് വിറ്റഴിച്ചിട്ടില്ല. ഈ സ്വാഭാവിക വനത്തെ വിറ്റഴിച്ചിട്ട് അവിടെ മുറിച്ചു മാറ്റിയ വനത്തിന് പകരം വെച്ചിരിക്കുന്നത് മുഴുവൻ അടിക്കാട് വളരാത്ത, പച്ചപ്പുല്ല് വളരാത്ത തേക്കും അക്കേഷ്യയും യൂക്കാലിയും അതേപോലെ തന്നെ സെന്നയുമാണ്. കുടിവെള്ളമില്ല. ഒരു കാലഘട്ടത്തിൽ 1957 കേരള സർക്കാർ ഇവിടെ കൊണ്ടുവന്ന വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കൊണ്ടുവന്ന മാവൂരിൽ സ്ഥാപിച്ച ഗോളിയറേൺസ്, ആ ഗോളിയറേൺസിന് ആവശ്യമായ മുള, പൾപ്പിന് ആവശ്യമായ മുള കൊടുക്കുന്നത് വെറും 2 രൂപയ്ക്ക്, ടെണ്ണിന് 2 രൂപയ്ക്ക് ഈ വനപ്രദേശത്ത്, ഈ മുത്തങ്ങ പ്രദേശത്ത് നിന്ന് വെട്ടിക്കൊണ്ടു പോകുന്ന അനുമതി കൊടുത്തു. അവരിങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നു. അവരുടെ ആ സമയത്ത് അവർ കുറേയൊക്കെ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട്. പക്ഷേ 80കളുടെ മധ്യത്തിൽ ആ ഗോളിയറേൺസ് പൂട്ടപ്പെട്ടതോടുകൂടി ഇവിടെയുള്ള മുളകൾ മുഴുവൻ വെട്ടിത്തീരുകയും ആ പ്രദേശത്ത് ഈ സെന്ന എന്ന് പറയുന്ന വിദേശ വൃക്ഷം വരികയും ചെയ്തു. ഈ മുളങ്കാടുകൾ നശിച്ചതോടുകൂടി എന്തായി? കർണാടകത്തിൽ നിന്നുള്ള ഉഷ്ണ കാലാവസ്ഥ ഇങ്ങോട്ട് മാറി. പുൽപ്പള്ളിയുടെ കാലാവസ്ഥ പരിപൂർണമായിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞു. മുളങ്കാടുകൾ നശിച്ചതാണ് പ്രധാനം. അപ്പം ഈ മുളങ്കാടുകൾ മഴ പെയ്യുന്ന സമയത്ത് വെള്ളത്തെ ഈ ഭൂമിക്കടിയിലേക്ക് സംഭരിക്കുകയും ചതുപ്പ് നിലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അവിടെ കുടിവെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത ഘട്ടത്തിലൊന്ന് തിരിച്ചു വരാം, തീർച്ചയായും ജനങ്ങളിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് സിസ്റ്റർ ഇവിടെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ രീതിയിലുള്ള സമര പരിപാടികളൊക്കെ നടന്നു. സാധാരണ നമുക്ക് സന്യസ്തരെ ഈ സമരമുഖത്ത് നമുക്ക് അധികം കാണാറില്ല, റെയറായിട്ടേ കാണാറുള്ളൂ. എന്തുകൊണ്ടാണ് സിസ്റ്റർ ഈ ജനങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് സിസ്റ്ററിന്റെ സന്യാസ സമൂഹത്തിൽ നിന്നുള്ളവരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സമര പരിപാടിയിലേക്ക് ഈ ജനങ്ങളുടെ ഒരു ആശങ്ക തിരിച്ചറിഞ്ഞ് എന്തുകൊണ്ടാണ് അതിൽ പങ്കെടുക്കാൻ ഇടയാണ്? ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ. ഇവിടുത്തെ ജനമില്ലെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. ഈ ജനത്തെ കൊണ്ടുകൊണ്ട് ആണല്ലോ ഞങ്ങളിവിടെ ജീവിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇപ്പം അജി എന്ന് പറയുന്ന ആൾ അന്ന് മരിക്കുന്നതിൻ്റെ തലേദിവസം കൂടെ ഞങ്ങളുടെ മടത്തി വന്നിരുന്നു. അത്രയും ആത്മാർത്ഥമായിട്ട് ഈ നാടിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അങ്ങേരുടെ മരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തീരാ ദുഃഖമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് സിസ്റ്റർ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ജനങ്ങൾ എത്രത്തോളം ഒരു ആശങ്കകളാണ് ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്? എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, ജീവിക്കാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 90% ആൾക്കാരും അന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. കൂലിപ്പണി ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ എല്ലാവരുടെയും വീട്ടിൽ തീ പുകയുള്ളൂ. അപ്പോൾ പിന്നെ കൃഷിക്കാരാണ്. ഇപ്പോൾ 10-15 വർഷം പഴക്കമുള്ള ഒരു തെങ്ങ് എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ രാത്രി കൊണ്ടായിരിക്കും ഒരു 3-4 തെങ്ങൊക്കെ ഒരേപോലെ തന്നെ നശിപ്പിച്ച് കളയുന്നത്. അത് കാണുമ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരം എടുക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ നിരാശയിലേക്കല്ലേ കടന്നു പോകുന്നത്.
തീർച്ചയായും വളരെ വ്യക്തമാണ്. നേരത്തെ ലിസേജ് സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളുടെ ഒരു മെൻ്റൽ അവർ അനുഭവിക്കുന്ന മെൻ്റൽ ട്രോമ, പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിലൊക്കെ പോകാൻ അവർ പേടിക്കുന്നു. എനിക്കൊന്ന് കുട്ടികൾക്കൊന്ന് മൈക്ക് കൊടുക്കാം, പ്രത്യേകിച്ച് അവരൊന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അവരനുഭവിക്കുന്ന ആ ഒരു വേദന, ആ ഒരു ഭയം, കുട്ടികളായിട്ടുള്ള നിങ്ങൾ പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിലൊക്കെ പോകാൻ പലരും ഭയക്കുന്നതായിട്ട് ഇവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായി. യെസ്. ഇതിനെ തുടർന്ന് ഇപ്പം സ്കൂളിലേക്കൊന്നും പോകാൻ ഭയങ്കര ഭയമായി തുടങ്ങി. സ്കൂളിൽ പകുതി പേര് എത്തുന്നില്ല. പിന്നെ പള്ളിയിലാണെങ്കിൽ തന്നെ എല്ലാ ദിവസത്തേക്കാളും ആൾക്കാർ കുറവ്. അങ്ങനെ എല്ലാവർക്കും വേഗം ഭയത്തിലേക്കാണ് എല്ലാവരും കടക്കുന്നത്. വന്യജീവികളുടെ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എത്രയും വേഗം നിർത്തണമെന്ന് ആണ് എല്ലാവരുടെയും തീരുമാനം. പ്രത്യേകിച്ച് ഈ സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ ഭയമുണ്ട് അല്ലേ? ഓക്കെ. ഈ കൂട്ടുകാരും ആ ഒരു സമാനമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും നടന്നാണ് സ്കൂളിലേക്ക് വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും നടന്നു വരാൻ ഭയമാണ്. ഇപ്പോൾ എല്ലാവരെയും വീട്ടിൽ നിന്ന് കൊണ്ടുവിടുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. യെസ്, മറ്റുള്ളവരോട് ഇന്ന് കുട്ടികളൊന്ന് പ്രതികരിച്ചോളൂ. ഇപ്പോൾ ആരും പള്ളിയിലൊന്നും വരുന്നില്ല. ഇപ്പോൾ 2-3 ആൾക്കാരൊക്കെയാണ് പള്ളിയിലുള്ളത്. എനിക്കൊക്കെ പള്ളി വരാൻ വേണ്ടി ഇപ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ എൻ്റെ കസിനാണ് എന്നെ പള്ളിയിൽ കൊണ്ട് ആക്കുന്നത്. ഈ വന്യമൃഗങ്ങളെ ഇഷ്ടമല്ല, പിന്നെ അതിനെ പിടികൂടാനുള്ള ഉത്തരവ് പെട്ടെന്ന് ഇടണം. ഈ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള ഉത്തരവ് ഇടണം. ഒന്നെങ്കിൽ വന്യമൃഗങ്ങളെ സർക്കാർ കൊല്ലണം, അല്ലെങ്കിൽ കൃഷിക്കാർ കൊല്ലണം. ഇതിലേതെങ്കിലും ഒന്ന് നടപ്പാക്കണം. നമ്മളൊക്കെ എന്നും പള്ളിയിൽ വരുന്ന കുട്ടികളായിരുന്നു. ഇപ്പം രാവിലെ വരാനൊക്കെ പേടിയാണ്. ഇപ്പം നമ്മുടെ മാതാപിതാക്കളാണ് ഇപ്പോൾ നമ്മളെ കൊണ്ടുവിടുന്നത്. ഇതിപ്പോൾ ചില കുട്ടികളൊക്കെ സ്കൂളിലേക്ക് നടന്നു പോകുന്നത്. പക്ഷേ അവർക്കിപ്പോൾ പേടിയാണ്. വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അവർക്കിപ്പോൾ അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് റിസ്ക് എടുത്ത് അവരെ കൊണ്ടുവിടുന്നത്. അവരുടെ ജോലികളുടെ ഇടയിൽ തന്നെയാണ്. പിന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപാട് കൃഷിയും കർഷകരുടെ എല്ലാം നശിക്കുന്നുണ്ട്. അതുപോലെ നമുക്കും പേടിയാണ്. രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള ഈ ഒരു ഭയം നിങ്ങളുടെ പഠനത്തെയൊക്കെ ബാധിക്കുന്നുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും പേടിയാണ്. ശരിക്കും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പഠിക്കുമ്പോൾ. തീർച്ചയായും വളരെ വ്യക്തമാണ്. ഇനി കുട്ടികൾക്ക് ആർക്കെങ്കിലും പ്രതികരിക്കാണ്ടെങ്കിൽ പറഞ്ഞോളൂ, നിങ്ങളുടെ ഒരു വിഷമം ഒന്ന് പങ്കുവെച്ചോളൂ. എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇവിടുത്തെ ആദ്യം തന്നെ വന്യജീവികളെയൊക്കെ കാട്ടിൽ തന്നെ ആക്കുക. നമ്മുടെ ഇപ്പോൾ നാടിത് ഇപ്പോൾ കാടായി മാറിയിരിക്കുകയാണ്. നമുക്കൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും പള്ളി വരുമ്പോഴൊക്കെ പേടി തന്നെയാണ്. അതുകൊണ്ടിപ്പോൾ ആന ഇറങ്ങി പിന്നെ ഞാനിപ്പോൾ പള്ളി വരുന്നില്ല. ഓക്കെ, വ്യക്തമാണ്. നമുക്ക് വീട്ടമ്മമാരിലേക്ക് പോകാം. പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ പലരും ഞങ്ങളോട് പ്രതികരിച്ച് പലരും പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ജോലി സ്ഥലത്തും ഒക്കെ കൃഷിയിടങ്ങളിലൊക്കെ പോകാൻ പലർക്കും ഭയമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വേദന, നിങ്ങൾ എത്രത്തോളം ഒരു മെന്റൽ പ്രഷറിലൂടെ അല്ലെങ്കിൽ ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, നിങ്ങളുടെ കുട്ടികളെ ഓർത്ത്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഓർത്ത്. അപ്പോൾ നിങ്ങളുടെ കൂടി ഒരു വേദന ഒന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങളാകെ ഒരു നടുക്കത്തിലാണ്. ആ നടുക്കത്തിൽ ഞങ്ങൾ വിട്ടുമാറിയിട്ടില്ല. കാരണം അന്ന് അജിയേട്ടൻ ആ അപകടം ഉണ്ടായി പോകുമ്പോൾ ഈ മക്കൾ രണ്ടുപേരും എൻ്റെ മക്കളും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ മോനത് കണ്ടു. ആൻറ്റി, ആരെയും ആൻറ്റി ചോര പറ്റി കൊണ്ടുപോകുന്നത്? ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, മോനെ ആൻറ്റി കണ്ടിട്ടില്ല. പക്ഷേ ആ ഒരു ഭയം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇതാ അജിയേട്ടനാണെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. വീട്ടിൽ കയറി ചെല്ലുന്ന പാടെ എൻ്റെ ഹസ്ബൻഡ് വണ്ടിയിൽ പണിയെടുക്കുന്ന ആളാണ്, കണ്ടക്ടറാണ്. പുള്ളി പെട്ടെന്ന് ഫോൺ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്ത, ഭയങ്കര പ്രശ്നമാണ്, നീ ഒന്ന് വേഗം അവിടെ ചെല്ലാൻ പറഞ്ഞു വിളിക്കുന്നു. അവിടെ ചെല്ലുമ്പം അവളൊരു പാവം നെല്ല് പുഴുങ്ങിക്കൊണ്ടിരിക്കുക. ആ വേഷത്തിൽ അവളെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്നെ കണ്ട് ഇവർ ഭയന്ന് കരഞ്ഞു ചെന്നതുകൊണ്ടും അവളൊരു പ്രത്യേക സാഹചര്യത്തിലും ആ സാഹചര്യവും ആ അവസ്ഥയൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. പിന്നീട് നമുക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നോ ഇത് ആരോടാ പറയേണ്ടതെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ആ ഒരു അവസ്ഥ തന്നെ നിലനിൽക്കുമ്പോഴാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കടുവ ഇറങ്ങുന്നു. ഞങ്ങൾ ഇതുപോലെ റോട്ടിലേക്ക് നടന്ന് പള്ളിയിലേക്ക് പോരുന്നു. എൻ്റെ മക്കളും കൂടിയുണ്ട്. ഇവർ വരുന്നു, ഏട്ടൻ പാല് കൊടുത്തിട്ട് വരുന്നു. ഞങ്ങളുടെയൊക്കെ സാധാരണക്കാരുടെ ജീവിതമാണ്. രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറന്ന് പാല് കൊണ്ട് കൊടുത്തിട്ടാണ് ആൾ വണ്ടിയിൽ പോകുന്നത്. തന്നെയാണ് ഞാൻ മലയിൽ പുല്ല് വെട്ടാൻ പോകുന്നത്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തന്നെ മലയിൽ പോകരുതേ, പിന്നെ ആനയുണ്ട്, കടുവയുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറയാം, സാരമില്ല, തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ വലിയ കാര്യത്തോടെ അന്ന് പറഞ്ഞു പോയി. പക്ഷേ ഇന്നെനിക്ക് പേടിയാണ്. അത് പിന്നെ ഞാൻ തന്നെ പുല്ല് വെട്ടാൻ പോയിട്ടില്ല.
എനിക്ക് അനങ്ങുന്നത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഭയമാണ്. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരിക്കലും സംഭവിക്കരുതേ എന്ന്, അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അജിയേട്ടനെ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ചിലപ്പം ഉറങ്ങാൻ കിടന്നാൽ ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതിരാവിലെ എഴുന്നേൽക്കുക. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ഇപ്പം നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം പാലളവിൻ്റെ സമയമൊക്കെ മാറി. പക്ഷേ നമുക്ക് നല്ല ഒരു ഉറക്കം കിട്ടിയിട്ട് ദിവസങ്ങളായി. പിന്നീടും ഇതുപോലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആരോടാണ് പറയേണ്ടത്, ആരോടാണ് പരാതി പറയേണ്ടത് നമുക്കറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ കരം പിടിച്ചിട്ട് ഞങ്ങളെ സംരക്ഷിക്കാതെ, ഞങ്ങൾക്ക് ഇത്രയും 2 ഏക്കർ സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് ഒരു വാഴയില കീറിയെടുക്കാൻ ഞങ്ങൾക്ക് അതിനകത്തില്ല. വീടിൻ്റെ മുറ്റത്ത് 5-6 വാഴക്കൊല നട്ടിട്ടുണ്ട്. ഇന്ന് നട്ടുച്ചയ്ക്ക് ഞാൻ അതിന് കാവലിരിക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വിരുന്നുകാർ വന്നപ്പോൾ അകത്തോട്ട് കയറിയപ്പോൾ എന്തോ ഒരനക്കം നോക്കുമ്പോൾ ആ പയറും അതിൻ്റെ വാഴക്കൊലയും ആ കപ്പ പറിച്ചതും പുള്ളി വളരെ കൂളായിട്ട് എടുത്ത് പിടിച്ച് എന്നെ നോക്കി ഇളിച്ച് കാണിച്ചിട്ട് അവർ പോകുന്നു. അതേ സ്വഭാവം തന്നെ ഈ കുരങ്ങ് എന്നോട് കാണിച്ചത് എന്താണോ അത് തന്നെയാണ് ഇവിടുത്തെ നമ്മളെ സംരക്ഷിക്കേണ്ടവരെ ചെയ്യുന്നതെന്ന് ഞാനിതിൽ ഉറച്ചു വിശ്വസിക്കുക. കാരണം നമ്മൾ കൊടുക്കുന്ന നികുതി പണമെങ്കിലും അത് അവർ ഉപയോഗിക്കുമ്പോൾ അതിന് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇവർ തരണം. നമ്മൾ നികുതി അടയ്ക്കുന്നത് ഒരിക്കലും ഫോറസ്റ്റിനല്ലല്ലോ. പലരും അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട്, നിങ്ങൾ ഫോറസ്റ്റ് അതിക്രമിച്ചത് കൊണ്ടാണെന്ന്. എങ്ങനെ ഞങ്ങൾക്ക് ഈ നികുതി അടയ്ക്കേണ്ടി വരുന്നു? ഈ നികുതി അടയ്ക്കുന്ന സ്ഥലത്തിന് അവർ മനുഷ്യന് അവൻ്റെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്വം നൽകേണ്ടവർ തന്നെ പലവിധമായിട്ടുള്ള ഉടക്കന്യായങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ ഇനിയാവില്ല. ഇനി വീട്ടമ്മമാരായ ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താകുമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങളുടെ മക്കൾക്ക് എത്രയോ ദിവസത്തെ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു. ഇനി ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഭരണകൂടത്തോട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോടും വീട്ടമ്മ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ചേച്ചി സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ദൈനംദിന ജീവിതം, പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട് മേഖല ഈ കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട് വളരെയധികം കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ആക്ടിവിറ്റീസിനെ അത് എത്രത്തോളം ഗുരുതരമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്? ചില വീട്ടമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പം രാവിലെ ഒരു 10 മണിയാകുമ്പോൾ മാത്രമാണ് പറമ്പിലേക്കൊന്ന് ഇറങ്ങാൻ അവർക്കൊരു ധൈര്യം കിട്ടുന്നത്. അപ്പോൾ വീട്ടമ്മമാരൊന്ന് പറഞ്ഞോളൂ, ദൈനംദിന ജീവിതത്തെ അത് എത്രത്തോളം ഗുരുതരമായിട്ട് അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. ഇന്നത്തെ കാലത്ത് ഇതൊന്നും കണ്ടിട്ടില്ല. ഇന്ന് ഞങ്ങൾക്ക് ഒന്നും പറയാൻ നിവൃത്തി, ഞങ്ങൾ സങ്കടകരമായ ജീവിതത്തിലാണ് ഉള്ളത്. ഒരു സാധനം ഞങ്ങൾക്ക് നട്ടു തിന്നാൻ നിവൃത്തിയില്ല, വയലിലേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. ഞാൻ ദിവസവും രാവിലെ 5:30 ആകുമ്പോൾ പള്ളി വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ പല പ്രാവശ്യം എൻ്റെ ഭർത്താവ് പറയാറുണ്ട്, ആനയുടെയും പിന്നെ മാനിൻ്റെ പുറത്ത് നിന്ന് കയറുമോ ഈ നേരത്ത് പള്ളിയിൽ പോയിട്ട്, അത് തമ്പുരാൻ നിശ്ചയിച്ചോളൂ എന്ന് പറഞ്ഞാണ് ഞാൻ പള്ളിയിൽ പോയത്. ഇപ്പോൾ എനിക്ക് പള്ളിയിൽ പോരാനോ, അന്ന് രാവിലെ അജീഷൻ മരിച്ചന്ന് രാവിലെ ഞാൻ അടുത്ത വീട്ടിൽ പാലിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു 54 ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടുന്ന് പാലും മേടിച്ച് ഇച്ചിരി നേരം വർത്താനം പറഞ്ഞ് ഒരു സ്റ്റെപ്പ്, 2ാമത്തെ സ്റ്റെപ്പ് ഞാൻ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അന്നേരം അവിടുത്തെ പട്ടി കുറയ്ക്കുന്നു. ഇവിടുത്തെ പട്ടി ഇങ്ങനെ സാധാരണ കുറയ്ക്കാറില്ലല്ലോ. ആന ഇങ്ങോട്ടെങ്ങാൻ പറ്റുമെന്ന് ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു വെച്ച് ഞാൻ ഉണിഞ്ഞു നോക്കുന്നത് നേരെ മുമ്പിൽ അജീഷിന് മുമ്പ് ഞാനാണ് പോകേണ്ടത്. ഞാൻ അന്ന് പാല് മേടിച്ചുകൊണ്ട് 6:30 കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിൽ പോക്കില്ല. ഞങ്ങളുടെ 2 പേരെ കാറിൽ കേട്ടിട്ടാണ് അന്ന് അടുത്ത് റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന 2 പേര് ഓടി രക്ഷപ്പെട്ടത്. ഞങ്ങൾക്ക് അത് പിന്നെ ഇനി ഒരു തരത്തിലും ഞാൻ പള്ളി വരവില്ല, നിർത്തി. പള്ളി വരാൻ യാതൊരു നാളും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അജിയുടെ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾ വളരെ വേദനയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചെങ്കിലും വേണ്ടില്ലായിരുന്നു, ആ 2 കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കരമായ ഒരു ഭീകരതയിലാണ് ഞങ്ങൾ ജീവിതം. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞു പിള്ളേരടക്കം മൊത്തമായിട്ട് ഇറങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണമാണ്. മറ്റുള്ളവർ കൂടി ഒന്ന് പ്രതികരിക്കാം. കാരണം നിങ്ങളുടെ ഒരു വേദനയാണ് നിങ്ങൾ ജനത്തെ, ലോകത്തെ അറിയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കടന്നു പോകുന്ന ഒരു വേദന നിങ്ങൾ ശക്തമായിട്ട് തന്നെ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ ഒരവസ്ഥ ഇതേപോലെ ഉണ്ടായാൽ ഉറപ്പാണ് വയനാട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഉള്ള പ്രതിഷേധം കൊണ്ട് മാത്രം കാര്യമില്ല, എന്തെങ്കിലും കാര്യമായ കാര്യങ്ങൾ തന്നെ ചെയ്യാതിരിക്കാൻ രക്ഷയില്ല. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വളർത്തണം, അവർക്കിവിടെ ജീവിക്കണം, അവർക്കിവിടെ വിട്ടു പോകാൻ വേറൊരു ഇടവില്ല. ഞങ്ങൾ കുടിയേറിയതാ എല്ലാവരും പറയണേ കൂപ്പിൻ്റെയോട്ട് കയറി പാർത്തേക്കാണെന്ന്. ആരാ കൂപ്പി പാർത്തേക്കുന്നത്? കൂപ്പി പാർത്തവർക്ക് ഇവിടെ പറഞ്ഞ പോലെ നികുതി അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കൂപ്പി പാർത്തതല്ല, ഇങ്ങോട്ട് ഇറങ്ങുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരിക്കും പറയാനുള്ളത് ഈ മൃഗസ്നേഹി എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കുറച്ചെണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ച് ദിവസം താമസിപ്പിക്കുക. അപ്പോൾ അറിയാം അവർക്ക് അതിൻ്റെ സുഖം. ഈ 10 നിലയുടെയും 12 നിലയുടെയും മുകളിൽ ഇരുന്നിട്ട് ഇത് കുറേ വർണ്ണിച്ചിട്ട് ഒരു കാര്യമില്ല. അവർ ചെയ്യേണ്ടത് അവർ ഈ സാധാരണ ആൾക്കാരുടെ അടുത്തൊന്ന് വന്ന് താമസിക്കട്ടെ, അന്നേരം അറിയാം മൃഗത്തിൻ്റെ അനുഭവങ്ങൾ. അതാണിപ്പോൾ നടക്കുന്നത്. അവരുടെ സപ്പോർട്ട് പറഞ്ഞ് കുറേ ഭരണകർത്താക്കളും വെള്ളം എടുത്ത് ഇങ്ങനെ ഇറങ്ങിയാൽ പോരാ. അവരുടെ കീശ വീർപ്പിക്കലാണ് അവരുടെ മെയിൻ ഉദ്ദേശം, അല്ലാണ്ട് നാട്ടുകാർക്ക് വേണ്ടി ഒരു കാര്യവും. അവരെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു വെള്ളം ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വീട് കുറച്ച് കഴിയുമ്പോൾ കോടീശ്വരന്മാരായി.
സാധാരണ രാവിലെ 5 മണി തൊട്ട് ഈ അധ്വാനിക്കുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല നേരം നോക്കണം. അധ്വാനം മാത്രമേ ഉള്ളൂ. ഒരു സാധനം കിട്ടില്ല. പന്നിയായി, ആന, മയിൽ, മാന് എല്ലാ സാധനവും ഉണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ പറമ്പിൽ കൂടെ താഴോട്ട് പോകുമ്പോൾ മാന് 2 എണ്ണം മുന്നേ പോകുന്നുണ്ട്. എൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മേലെ കൂടെ കയറി ഇറങ്ങിയിട്ട് ആ സാധനം അപ്പുറത്തോട്ട് കിടക്കുകയുള്ളൂ. അത്രയ്ക്ക് ശല്യം. 10-30 എണ്ണത്തിന് ഒന്നിച്ച് ഞാൻ എണ്ണിയിട്ടുണ്ട്. വയലിലൊക്കെ നിന്ന് ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന കണ്ടിട്ട്. അതുപോലെ മയിൽ ഒരു നെല്ലൊന്നും കൊയ്തിട്ട് കഴിഞ്ഞാൽ ഒരു സാധനം അത് കൊയ്യുന്നതിന് മുന്നോ കിട്ടില്ല. കൊയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാരണമെങ്കിൽ അവർ നോക്കിയിരിക്കുക. അങ്ങനെ ഓടിച്ചാണ് ഓരോ സാധനങ്ങളും എടുക്കുന്നത്. ഇതിന് തീരുമാനമാക്കിയില്ലെങ്കിൽ ജനങ്ങൾ നന്നായിട്ട് ഇറങ്ങുക തന്നെ ചെയ്യും. പിന്നീട് ഇത് ജനങ്ങൾ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞ് കേസും കൊണ്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിന് പിന്നിൽ ഞങ്ങളെല്ലാവരും ശക്തമായിട്ട് തന്നെ ഇറങ്ങും. അതേ പറയാനുള്ളൂ. ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധത്തിനായിരിക്കും ഈ ഒരു അവസ്ഥ തുടർന്നുകൊണ്ട് പോയ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധത്തിനായിരിക്കും വയനാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് വയനാട്ടിലെ വീട്ടമ്മമാർ പങ്കുവയ്ക്കുന്നത്. ഞാൻ വീണ്ടും ജനങ്ങളിലേക്ക് തിരിച്ചു വരാം. ജ്യോതിഷേട്ട, പ്രത്യേകിച്ച് ജനങ്ങളൊക്കെ ഒരു പറഞ്ഞതുപോലെ വളരെയധികം വലിയൊരു നടുക്കത്തിലാണ്. അങ്ങൊരു കർഷകൻ കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ കാർഷിക വിളകൾക്ക് ഉണ്ടാകുന്ന ഒരു നാശനഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എല്ലുമുറിയെ പണിയെടുത്ത് വിളവെടുക്കുന്ന ആ ഒരു സമയത്ത് ഈ മൃഗങ്ങൾ ഇതൊക്കെ നശിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പലപ്പോഴും നഷ്ടപരിഹാരം കിട്ടുന്നില്ല. നഷ്ടപരിഹാരത്തിനായിട്ട് പലരുടെയും മുമ്പിൽ കെഞ്ചേണ്ട ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ വയനാടിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷം, അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷ, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയെ തന്നെ വയനാടിൻ്റെ മാത്രമല്ല അതൊരു സൈക്ലിക്കായിട്ട് മറ്റു പല മേഖലകളിലേക്ക് അത് വ്യാപിക്കും. അപ്പോൾ ദൂരവ്യാപകമായിട്ടുള്ളൊരു പ്രത്യാഘാതമല്ലേ ഈ വന്യമൃഗ ശല്യം വയനാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം സൃഷ്ടിക്കാൻ പോകുന്നത്? ഞാനും എൻ്റെ ഈ നാട്ടുകാരും കടന്നു പോകുന്ന കാലഘട്ടം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതോ കണക്കൂട്ടാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൈനംദിന ചര്യകൾ, നമ്മൾ വർഷങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ദൈനംദിന കാര്യങ്ങൾ നമ്മളെല്ലാം മാറ്റുകയാണ്. 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ പശുവിനെ കറക്കുന്ന വ്യക്തി, ഒരു സങ്കോചവും കൂടാതെ തൊഴുത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന വീട്ടമ്മമാർ അല്ലെങ്കിൽ കർഷകർ ആദ്യം വീടിന് പുറത്തിറങ്ങി ചുറ്റും ലൈറ്റ് അടിച്ചു നോക്കുന്നു, കൂട്ടിനൊരാളെ കൂട്ടുന്നു, നമ്മൾ കറക്കാനായി പോകുന്നു. അവിടെ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്നത് പോലും അവർക്ക് ആത്മധൈര്യമില്ല. എന്തെങ്കിലും വരുമോ, എന്തെങ്കിലും പറ്റുമോ. കൃഷിയുടെ കാര്യത്തേക്ക് പോയാൽ നമ്മളൊരു നെൽകൃഷി പന്നി വേണ്ട ഒരാന ഇറങ്ങി നടന്നു പോയാൽ അതിൻ്റെ ആ നടപ്പാതയിൽ വരുന്ന നഷ്ടം മാത്രം മതി ആ കർഷകൻ്റെ മുഴുവൻ നഷ്ടമാണ്. അതിനുള്ള നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ തുച്ഛമായ തുകയാണ്. അതായത് ഒരു പ്രൈമറി നമ്മളൊരു വിത്ത് വിതയ്ക്കാൻ നമുക്ക് വരുന്ന പൈസ പോലും വിളവെടുക്കാറായ നെല്ലിന് അവർ നഷ്ടപരിഹാരമായി കണക്കാക്കിയിട്ടില്ല ഇതുവരെ. ആധികാരികമായി നമ്മളൊരു വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും വാർത്തകളിലൂടെ നമ്മൾ അറിയുന്നതാണ്, മറ്റു രാജ്യങ്ങൾ പുറന്തള്ളുന്ന വിഷത്തെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെ നമ്മുടെ മരം വെട്ടാതെയും കാടിനെ വളർത്തിയും മൃഗങ്ങളെ വളർത്തിയും ഇവിടെ ഖനനം നടത്താതെയും നിർമ്മാണങ്ങൾ നടത്താതെയും നമ്മളതിനെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും മാറ്റിവെച്ച് നമ്മളതിനെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ വനവൽക്കരണം എന്ന് ഈ കാർബൺ ഫണ്ട് എത്രയാണെന്ന് നമ്മളിപ്പോൾ ഒരു വിവരാവകാശം ചോദിച്ചപ്പോൾ നമ്മളോട് കൃത്യമായിട്ട് പറയില്ല. നമ്മുടെ രാജ്യമോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനമോ ഈ കാർബൺ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പൈസ കൈപ്പറ്റണമെന്നും അത് എത്ര ചിലവഴിക്കുന്നതെന്നും നമ്മൾ ചോദിച്ചാൽ കൃത്യമായൊരു കണക്ക് നമുക്ക് കിട്ടുകയില്ല. കൃത്യമായിട്ടല്ല ഒരു കണക്കും കിട്ടുകയില്ല. നമ്മൾ ഈ ബാവലി റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് കാണാം ഫുള്ള് തേക്കിൻ കാടാണ്. ഒരു 80% നമ്മൾ യാത്ര ചെയ്യുന്ന ഏരിയയുടെ കാര്യമാണ് പറയുന്നത്. ആ തേക്കിൻ കാട് കഴിഞ്ഞ് സ്വാഭാവിക വനം വരുമ്പോൾ നമ്മുടെ കാലാവസ്ഥയിലുള്ള മാറ്റം, പച്ചപ്പ് എല്ലാം നമ്മൾ കാണുന്നതാണ്. ഇതേപോലെയാണ് നമ്മൾ ദാസനക്കരയിലൂടെ പോയാലും നമുക്ക് കാണാം. എന്തുകൊണ്ട് ഇവിടെ ഓക്സിജൻ്റെ അളവ് കൂട്ടാനും മറ്റു കാര്യങ്ങൾക്കുമായി ഈ തേക്കിൻ കാട് പൂർണ്ണമായും നശിപ്പിച്ച് സ്വാഭാവിക വനവരുണ്ടാക്കുന്നില്ല? അതേപോലെ മറ്റൊരു വിഭാഗം നമ്മൾ നശിപ്പിക്കുന്ന ഈ ഭൂമാഫിയകളാണ്. ഇപ്പോൾ ഒത്തിരി ദൂരത്തേക്കൊന്നും പോകണ്ട, നമ്മുടെ ഈ പടമല ചാലിക്കം ഭാഗം മുതൽ കുറുക്കമ്മല വരെയുള്ള ഈ ഏരിയയിൽ ഊരും പേരും അറിയാത്ത എത്ര പേര് ഇവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പലർക്കും അറിയില്ല. ഇതിൻ്റെ ഉടമ ആരാണെന്നോ എവിടെയുള്ള ആളാണെന്നോ അറിയില്ല. ബ്രോക്കർമാർ മേടിക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, കാട് പിടിച്ച് കിടക്കുന്നു. കാടിൻ്റെ അതിർത്തിയിൽ യഥാർത്ഥ ഫെൻസിങ് ഇല്ലാതെ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് കടന്നു വരികയാണ്. അത് കാട് വിട്ട് നമ്മുടെ നാടിനെ ആവാസ കേന്ദ്രമാക്കുകയാണ്. ഈ ആവാസ കേന്ദ്രത്തിലേക്ക് സ്വാഭാവികമായും അതിനെ ഭക്ഷിക്കാനായി വന്യമൃഗങ്ങൾ വരുന്നു. അതിൻ്റെ പിറകെ മറ്റു മൃഗങ്ങൾ വന്നു ചേരുന്നു. ആക്ച്വലി ഇതൊരു പ്ലാൻഡായിട്ട് നമ്മളെ ഒഴിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. നമ്മൾ ഈ നിക്കക്കള്ളിയില്ലാതെ ജീവിക്കാൻ ഒരു നിർവാഹവുമില്ലാതെ വയനാട് വിട്ട്
അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാമപ്രദേശം വിട്ട് ടൗണിലേക്ക് ഇതാരെങ്കിലും എടുത്തോ, നമുക്ക് വേണ്ട, കിട്ടുന്നത് തന്നാൽ മതി, ടൗണിലൊരു 10 സെൻറ്റ് മേടിക്കാം, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ മാറ്റാനും, അതേപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് തൊഴിലിനായി പോകുന്നവർ തിരിച്ചു വരാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. എന്ത് പണിയെടുത്താലും അത് വിളവെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ആനയോ കുരങ്ങോ മറ്റു മൃഗങ്ങളോ കൊണ്ടുപോവുകയാണ്. ജോസേട്ടൻ, ഞാൻ ഇടപെടുകയാണ്. പ്രത്യേകിച്ച് അങ്ങ് സൂചിപ്പിച്ച് ഈ ഭൂമാഫിയയുടെ ഒരു ഗൂഢതന്ത്രമുണ്ട്. പ്രത്യേകിച്ച് ഒരിടയ്ക്ക് വയനാട് വേൾഡ് ടൂറിസം മാപ്പിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടം പിടിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടുത്തെ ഭൂമിയുടെ വില കുതിച്ചു വരുന്നു. പിന്നീട് ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഈ വില ഇടിയുന്നു. അപ്പോൾ ആ ഭൂമാഫിയ എത്രത്തോളം ഗൂഢമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്, അതിനെപ്പറ്റി കൂടുതൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പങ്കുവയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. കുറുക്കമ്മൂല കടുവ വന്നു. ഈ പ്രദേശം 10-27 ദിവസം ആശങ്കയിലായി നാട് മുഴുവൻ ഉറങ്ങാതെ കാത്തിരുന്നു. ഈ നാട്ടിൽ ഒരു സ്ഥലവും ആർക്കും വേണ്ട. എഗ്രിമെൻ്റ് വെച്ച് അഡ്വാൻസ് കൊടുത്തവർ പോലും ആ പൈസ പോലും വേണ്ടാന്ന് പറയും. അതേ സ്ഥിതിയാണ് ഇന്നിപ്പോൾ. ഈ കടുവ ആനയും വന്നു. വീണ്ടും ആൾക്കാർ അത്യാവശ്യത്തിന്, ചികിത്സാ ആവശ്യത്തിന്, വിവാഹ ആവശ്യത്തിന്, പഠന ആവശ്യത്തിന് 10 സെൻറ്റ് 20 സെൻറ്റ് അല്ലെങ്കിൽ അര ഏക്കർ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്ന പലരുടെയും കച്ചവടം മുടങ്ങി. പ്രതീക്ഷകൾ നമ്മുടെ കയ്യിലുള്ളതിലാണ് നമ്മൾ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ. ഇതേപോലെ കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മൾ ഈ കടുവകളെ പറപ്പിച്ചിരിക്കുന്ന നമ്മുടെ ബത്തേരിയാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് 8ഓളം കടുവകൾ അവിടെ ഇവർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ഈ കടുവകൾ പോലെ തന്നെ പരിക്ക് പറ്റിയാൽ, ഇപ്പോൾ ആ കൊട്ടിയൂർ കെണിയിൽ വീണ പോലത്തുള്ള കടുവകൾ, അത് നിർഭാഗ്യവശാൽ എന്നേ ഞാൻ പറയുള്ളൂ, അത് മരണപ്പെട്ടു പോയി. അതേപോലെ കടുവകൾ ട്രീറ്റ്മെൻറ്റ് ചെന്നാൽ അതിന് കൊടുക്കുന്ന ഭക്ഷണം എവിടെ നിന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ്. മാർക്കറ്റിൽ നിന്ന് നമ്മൾ വിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വളർന്ന പോത്തിൻ്റെയോ എരുമയുടെയോ പശുവിൻ്റെയോ കാളയുടെയോ ഇറച്ചിയാണ് കൊണ്ട് ഈ കടുവകളെ തീറ്റിക്കുന്നത്. 1 മാസത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 2 മാസത്തെ ട്രീറ്റ്മെൻറ്റ് പരിക്ക് ഭേദമായി ഈ കടുവയെ വീണ്ടും കാട്ടിൽ റിലീസ് ചെയ്യുകയാണ്. അതിൻ്റെ ടോട്ടൽ സ്വഭാവം, അതിൻ്റെ ഭക്ഷണത്തോടുള്ള ആസക്തി എല്ലാം മാറി, ടേസ്റ്റ് പിടിച്ചു. ഈ നാട്ടിൽ വളർന്ന കാടിവെള്ളവും പിണ്ണാക്കും അല്ലെങ്കിൽ പുല്ലും തിന്ന് വളർന്ന പോത്തിൻ്റെ എരുമയുടെ ടേസ്റ്റ് അതിനാണ് ഇഷ്ടപ്പെട്ടത്. കാട്ടിലെ മൃഗങ്ങൾ വേട്ടയാടുന്ന ശീലം അവന് മാറിക്കഴിഞ്ഞു. ആ കടുവ എന്ത് ചെയ്യും? തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കടുവ വന്ന ഒരു പോത്തിനെയോ എരുമയോ അല്ലെങ്കിൽ നമ്മുടെ പശുക്കിടാവിനെയോ പിടിച്ചാൽ നമ്മൾ പറയും എവിടെ നിന്നോ കൊണ്ടുപോയി അഴിച്ചുവിട്ടതാണ്. ആക്ച്വലി അഴിച്ചുവിട്ടതല്ല, ചികിത്സയ്ക്ക് ശേഷം തിരിച്ചവൻ്റെ പാർപ്പിടത്തിലേക്ക് ആ കടുവയെ എത്തിച്ചതാണ്. പക്ഷേ അതിന് വേട്ടയാടൽ മറന്നുപോയി. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഒരു പ്രസ്താവന, വിചിത്രമായിട്ടുള്ള ഒരു പ്രസ്താവന, വളരെയധികം വിവാദമായിട്ട് മാറിയിരുന്നു. ഈ വനാതിർത്തി പ്രദേശങ്ങളിൽ കന്നുകാലികളെ വളർത്തരുത് എന്നുള്ളൊരു രീതിയിൽ. അത് ശരിക്കും നമ്മൾ വന്ന വഴി മറന്നു പോവുക എന്ന് കാരണവന്മാർ നമ്മളോട് പറയാറുണ്ട്, മക്കളെ വന്ന വഴി മറന്നു പോകരുതെന്ന്. പല രാഷ്ട്രീയ നേതാക്കളുടെ ഒരു രീതി അതാണ്. തുടക്കത്തിൽ ഇൻക്ലാബ് വിളിക്കും, അല്ലെങ്കിൽ ജാഥകൾ വിളിച്ച് പ്രകടനങ്ങൾ നടത്തി സ്ഥാനമാനങ്ങൾ ലഭിച്ച് അധികാരത്തിലേക്ക് എത്തുമ്പോൾ താഴേക്കിടയിലെ കൂലിപ്പണിക്കാരെയും ദൈനംദിന കാര്യങ്ങൾക്കായി കഷ്ടപ്പെടുന്നവരെയും മറന്നു പോവുകയാണ്. അധികാരവും സൗകര്യവും ഉന്നത സ്ഥാനമാനങ്ങളും ലഭിക്കുമ്പോൾ താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മറന്നു പോവുകയാണ്. പിന്നീട് അവസാനമായിട്ടൊരു കാര്യം, നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പ്, ഒരു 5-8 കൊല്ലം മുമ്പ്, ഈ മാവോയിസ്റ്റ് പ്രശ്നം നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നാട്ടിൽ ഒത്തിരി കർഷകർക്ക് തോക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. ഈ വേട്ടയാടലും വന്യമൃഗവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ വളരെ അപൂർവമേ നിയമാനുസൃതമായി ലൈസൻസ് ഉള്ള തോക്കുള്ള വ്യക്തികൾ കേസിൽപ്പെട്ടിട്ടുള്ളൂ. നമുക്കറിയാം, എനിക്ക് ലൈസൻസ് ഉള്ള തോക്കുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യുകയില്ല. അത് നിശ്ചയമുള്ള കാര്യമാണ്. നമ്മൾ സ്വന്തം കുഴി തോണ്ടാൻ നിൽക്കൂല. അതേസമയം ലൈസൻസ് ഇല്ലാത്ത നായാട്ട് നടത്തുന്ന വ്യക്തികളാണ് കൂടുതലും അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്, പിടിക്കപ്പെട്ടിട്ടുള്ളൂ അങ്ങനെയുള്ളവരാണ്. ഇതിൽ നമ്മൾ പല മാവോയിസ്റ്റുകളെയും കീഴടക്കിയ സാഹചര്യങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ഒരു കർഷകൻ ഉപയോഗിക്കുന്ന 12 ബോർ ഗണ്ണ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു ന്യൂസിൽ ഒരു മാവോയിസ്റ്റിൻ്റെ അടുത്ത് 12 ബോർ ഗണ്ണ്, സാധാരണ നാടൻ തിരത്തോക്ക്, അതാണ് കർഷകർക്ക് നമ്മൾ ലൈസൻസ് ഉള്ള തോക്കുകളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ തോക്ക് ഇന്നേ വരെ ഒരു മാവോയിസ്റ്റിൻ്റെ ഒരു തീവ്രവാദിയുടെ അടുത്ത് പിടിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും അറിയാം AK-47, SLR, LMG അങ്ങനെയുള്ള ഹൈടെക് ഗണ്ണുകളാണ്, അല്ലെങ്കിൽ 303 അങ്ങനെയുള്ള ഗണ്ണുകളാണ് ഈ മാവോയിസ്റ്റുകൾ പോലും ഉപയോഗിക്കുന്നത്. അപ്പോൾ സർക്കാർ പലരുടെയും ലൈസൻസ് പുതുക്കി കൊടുക്കാതിരിക്കാൻ പറഞ്ഞ കാരണം മാവോയിസ്റ്റ് ഭീഷണിയാണെന്ന്. മാവോയിസ്റ്റ് ഭീഷണിയാണെങ്കിൽ ഈ തോക്ക് മാവോയിസ്റ്റിന് ആവശ്യമില്ല, ഇന്നവരെ ആരെയും കൊണ്ടുപോയിട്ടുമില്ല നമ്മുടെ നാട്ടിൽ നിന്ന്. എന്തുകൊണ്ട് ഈ തോക്കുകൾ തിരിച്ചേൽപ്പിക്കാൻ സർക്കാർ ഉത്തരവിട്ടു?
അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സംഘടിതമായ തീരുമാനവും വ്യക്തവുമായ ലക്ഷ്യവുമുണ്ട്. ഈ വന്യമൃഗങ്ങളെ തുറന്നുവിടാനും നമ്മുടെ ജീവിതം താറുമാറാക്കാനും പല കേന്ദ്രങ്ങളിലും കറക്റ്റായി പ്ലാനിങ്ങോട് ചെയ്തിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം. വളരെ വ്യക്തമാണ്. ഞാൻ ജനങ്ങളിലേക്ക് പോയതിനു ശേഷം അച്ഛനിലേക്കും സാറിലേക്ക് വരാം. ഈ ജ്യോതിഷേട്ടൻ പറഞ്ഞു നിർത്തിയൊരു പോയിന്റ് ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ യുവജനങ്ങളുടെയൊക്കെ ഒരു വിദേശ കുടിയേറ്റം. അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് പലരും ആശങ്കപ്പെടുന്നത് പോലെ വയനാടിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്നൊരു കാര്യമാണ്. കാരണം കൃഷി രീതികളിലേക്ക് യുവജനങ്ങൾ വരാൻ മടിക്കുന്നു. പലരും ഈ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ കാരണം കൃഷി ഉപേക്ഷിച്ച് വിദേശങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ നിന്ന് യൂത്തായിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടി ഒരു പ്രതികരണം നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു. പലരും വിദേശത്ത് പോയവർ ഇവിടേക്ക് തിരിച്ചു വരാൻ മടിക്കുന്നു. ആ വീടുകൾ അനാഥമാക്കപ്പെടുന്നു, ആ പറമ്പുകൾ കാട് കയറുന്നു, പയ്യെ അത് വന്യമൃഗങ്ങൾ കീഴടക്കുന്നു. അത്തരത്തിലുള്ള ദാരുണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ്. നമുക്ക് യൂത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. പ്രത്യേകിച്ച് നമുക്ക് യൂത്തായിട്ടുള്ളവർ ഇവിടെയുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വയനാട്ടിലെ നിലവിലെ ഒരു പ്രതിസന്ധി കുറിച്ചൊക്കെ മനസ്സിലൂടെ ചിന്തിക്കുമ്പോൾ എത്രത്തോളം ഒരു ഭാവി ശോഭനമാണെന്ന് പ്രതീക്ഷിക്കുന്നു? എത്രത്തോളം ഒരു ആശങ്ക മനസ്സിലുണ്ട്?